വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടെ പ്രിയ ജെയ്മി മോളെ ഈ നമ്മുടെ ലൈവ് സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. പ്രൈസ് ലോർഡ് മോളെ. പ്രൈസ് ലോർഡ്. പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ? അതെ, പഠിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാ പഠിക്കുന്നത്? ഞാനിവിടെ മംഗലാപുരത്ത് തേർഡ് ഇയർ ഈറ്റൻ ഹിയറിംഗ് പഠിക്കുന്നു. ഓക്കെ, ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ജനിച്ചു വളർന്നൊക്കെ എവിടെയാ? ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം കുവൈറ്റിലായിരുന്നു. കുഞ്ഞിലെ തൊട്ട് അവിടെയായിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ 12 കഴിഞ്ഞ് ഇങ്ങോട്ട് മംഗലാപുരത്തിന്റെ ദേശത്തേക്ക് കടന്നു പഠനത്തോടെ. 12th കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി ഇന്ത്യയിൽ വന്നു. അതെ. പേരൻസ് ഒക്കെ ഇപ്പോഴും അവിടെയാണോ? അല്ലല്ല, മമ്മിയും പപ്പയും കഴിഞ്ഞ 2 മാസം മുമ്പ് അവര് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് ഇപ്പം കടന്നുണ്ട്. ശരി. നാട്ടിലെവിടെയാ? നാട്ടില് ചെങ്ങന്നൂര്. ചെങ്ങന്നൂര്. ഓക്കെ. അപ്പം പപ്പായും മമ്മിയെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? വീട്ടുകാര്യം ഒക്കെ ഒന്ന് പറയാമെങ്കിൽ സന്തോഷമായിരുന്നു. മമ്മിയുടെ പേര് സുജ തമ്പാൻ, പപ്പയുടെ പേര് തമ്പാൻ ജോൺ അച്ചൻകുഞ്ഞ്. എനിക്കൊരു സിബ്ലിംഗ് ഉണ്ട്, അജിത്തിന്റെ പേര് ജേസൺ. മമ്മിയും പപ്പയും 30 വർഷമായിട്ട് കുവൈറ്റിലായിരുന്നു. ഞാൻ അവിടെ ജനിക്കുകയും ഞാൻ അവരുടെ 2ാമത്തെ മകളാണ്. അവിടെ ജനിക്കുകയും വളരുകയും പിന്നെ 12 കഴിഞ്ഞ് ഇങ്ങോട്ട് മംഗലാപുരത്തിന്റെ ദേശത്തേക്ക് കടന്നു വന്നു. അച്ഛൻ കാനഡയിലായിരുന്നു. ഇപ്പൊ ഒരു ഷോർട്ട് ബ്രേക്കിനോടുള്ള മധ്യത്തില് നാട്ടില് വന്നിട്ടുണ്ട്. ശരി, ഇതൊക്കെയാണ് കുടുംബകാര്യം. അതെ. പ്രസംഗിക്കും എന്നൊക്കെ കേട്ടല്ലോ. അതെ, വചന ശുശ്രൂഷിക്കാൻ ചെറിയ പ്രായത്തില് പ്രസംഗിക്കുമായിരുന്നു. അത് തുടങ്ങിയത് ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വന്നേ പിന്നെ മംഗലാപുരത്ത് വന്നേ പിന്നെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒത്തിരി ജീവിതാനുഭവങ്ങൾ പറയാനുണ്ടല്ലേ കൊച്ചു പ്രായത്തിലെ? അതെ. കർത്താവുമായിട്ടുള്ള യാത്ര അപ്പം നമുക്ക് കേൾക്കാം. നമ്മുടെ ആസാദിയിലെ വ്യൂവേഴ്സൊക്കെ റെഡിയാ കേൾക്കാൻ. മോക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അത്യാവശ്യം ഉണ്ടല്ലേ ഇടയ്ക്ക് ഞാൻ ഇൻറ്ററപ്റ്റ് ചെയ്യത്തുള്ളൂ. ചോദ്യങ്ങൾ അത്യാവശ്യം ഉണ്ടല്ലേ ചോദിക്കത്തുള്ളൂ. മോക്ക് കണ്ടിന്യൂ ചെയ്യാം. മുഴുവൻ ജീവിതാനുഭവം പറയണം. ചെറിയ പ്രായം മുതൽ ഇന്ന് വരെ കർത്താവ് നടത്തിയ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും പറയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യാകാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ വീണ്ടെടുത്തവനായ എന്റെ ദൈവത്തെ ആദ്യം തന്നെ ഞാൻ സകല മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. എന്നെ ശക്തീകരിച്ച് എന്നെ ബലപ്പെടുത്തി ഒന്നുമില്ലാത്ത ഒരു യോഗ്യത പോലും ഇല്ലാത്ത എന്നെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കരുതി ഇന്ന് നിങ്ങളുടെ മുന്നില് ഒരു സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ എന്നെ നിർത്തിയ ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം സ്തുതിക്കുന്നു. രണ്ടാമതായി എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എന്നെ ഇതിലേക്ക് വിളിച്ചത് രജനി ആന്റി ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച രജനി ആന്റിയുടെ ഗ്രൂപ്പില് കുവൈറ്റിൽ നിന്നുള്ള രജനി ആന്റിനെ ത്രൂ ആണ് ഞാൻ കയറിയത്. ഇവിടെ പാസ്റ്റർക്ക് ഇവിടെ എനിക്ക് കയറാൻ ദൈവം ഓപ്പർച്യൂണിറ്റി തന്നത്. കഴിഞ്ഞ ആഴ്ച ലൈക്ക് അറൈസ് ആൻഡ് ഷൈൻ ഗ്രൂപ്പില് കുവൈറ്റിലെ ഒരു ഗ്രൂപ്പില് മിഡ് നൈറ്റ് പ്രയറിനോടുള്ള ബന്ധത്തില് വചനം ശുശ്രൂഷിച്ചായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫ്രൈഡേ ആയിരുന്നു ഞാൻ അത് വചനം ശുശ്രൂഷിച്ചത്. സാറ്റർഡേ ആന്റി എനിക്കൊരു മെസ്സേജ് ഇട്ടായിരുന്നു. പക്ഷെ ഇച്ചിരി ലൈക്ക് ഇവിടെ തേർഡ് ഇയർ ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഹോസ്പിറ്റൽ വർക്കും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് എനിക്ക് മെസ്സേജ് കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ സൺഡേ ഞാൻ ആരാധന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആണ് രജനി ആന്റിയുടെ മെസ്സേജ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ ആദ്യം തന്നെ എന്നോട് സോറി പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് പറ്റി എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് രജനി ആന്റി പറഞ്ഞു, എന്റെ പ്രാർത്ഥനോറിയില് ദൈവാത്മാവ് ആന്റിക്ക് നിയോഗം കൊടുത്തു. എന്റെ പേരും നമ്പറും ഫിന്നി പാസ്റ്റങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നിന്റെ പെർമിഷൻ ഇല്ലാതെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ദൈവാലോചനയ്ക്ക് ഞാൻ കൊടുത്തതാണ്. അതുകൊണ്ട് മോൾ പ്രിപ്പയർ ആകണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇച്ചിരി സമയം കിട്ടും നിനക്ക്, അതുകൊണ്ട് നിനക്ക് ആവശ്യത്തിന് സമയമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ആഴ്ചയാണ് ഈ ആഴ്ചയാണെന്ന് പറഞ്ഞപ്പോ എനിക്കിപ്പം യൂണിവേഴ്സിറ്റി എക്സാം ആയതുകൊണ്ട് ഒട്ടും പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയില്ല. പക്ഷെ സമ്പൂർണമായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ ഒരു മീറ്റിങ്ങിനെയും ഈ ഒരു ടെസ്റ്റ് മണിയും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. സമ്പൂർണ്ണ കൺട്രോള് ദൈവാത്മാവ് തന്നെ എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പിന്നെ പാസ്റ്ററങ്ങളോടും പാസ്റ്റർ ആന്റിയോടും മറ്റുള്ള എല്ലാ ദൈവമക്കളോടും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്റെ സാക്ഷ്യത്തോട് ഞാൻ കയറുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്റെ ചൈൽഡ്ഹുഡ് എല്ലാം ഞാൻ
ജനിച്ചതും വളർന്നതും എല്ലാം കുവൈറ്റിലായിരുന്നു. കുഞ്ഞിലെ തൊട്ട് ഞാൻ അവിടെ ആയിരുന്നു ജനിച്ചതും മൊത്തം, ജനിച്ചതും വളർന്നതും എല്ലാം അവിടെ ആയിരുന്നു. LKG തൊട്ട് 12th വരെ സ്കൂളിംഗ് ഫുള്ള് ഞാൻ അവിടെ ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. ജനിച്ച അതായത് മമ്മി എന്നെ പ്രഗ്നന്റ് ആയി, മമ്മി എന്നെ രണ്ടാമതായിരുന്നു പ്രഗ്നന്റ് ആയിരുന്നത്. അപ്പം മമ്മി പ്രഗ്നന്റ് ആയിരുന്ന ടൈമില് മമ്മി പ്രഗ്നന്റ് ആയിരുന്ന ടൈമില് മമ്മിക്ക് എന്നെ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴായിരുന്നു മമ്മിക്ക് ഭയങ്കര പ്രതിസന്ധികൾ ശാരീരികമായിട്ടും എല്ലാം മമ്മി നേരിട്ട ഒരു ടൈമായിരുന്നു. മമ്മി ആ ടൈമില് എന്നെ പ്രഗ്നന്റ് ആയിരുന്ന ടൈമില് മമ്മിക്ക് കാലിന് ലെഫ്റ്റ് ലെഗിന് മമ്മിക്ക് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുകയും ചെയ്തു. മമ്മിക്ക് ലെഫ്റ്റ് ലെഗില് ഒരു DVT പോലെ മമ്മിക്ക് വന്നു. എന്നെ പ്രഗ്നന്റ് ആയിരുന്ന ടൈമിലായിരുന്നു. അപ്പൊ മമ്മി പറഞ്ഞു, മമ്മി ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്നപ്പോ ഡോക്ടേഴ്സ് പറഞ്ഞു, നീ 9 മാസവും ഈ 9 മാസവും നീ ഇഞ്ചക്ഷൻ എടുക്കണം. പക്ഷെ ഡോക്ടേഴ്സിന് ഒരു ഗ്യാരണ്ടി ഇല്ല കൊച്ചിനെ കൈ കിട്ടുമെന്ന്. കാരണം ഈ ഒരു ഇഞ്ചക്ഷൻ വളരെയധികം ലൈക് കൊച്ചിനെ ബാധിക്കും. സോ അതുകൊണ്ട് അവർക്ക് ഇതില്ല, ഒരു ഉറപ്പുമില്ല എന്നെ കിട്ടുമെന്ന് അവർക്ക് ഒരു ഉറപ്പുമില്ല. ഉദരത്തിൽ വെച്ച് തന്നെ ലൈക്ക് ഞാൻ ഇല്ലാണ്ടാവാൻ ഉള്ള എല്ലാം ചാൻസും ഉണ്ടെന്ന് അവിടെ ഡോക്ടേഴ്സ് പറയുണ്ടായി. പക്ഷെ മമ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മമ്മി ദൈവസ്ഥനില് പ്രാർത്ഥിച്ചു, ഒറ്റ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചു, ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഒരു ആരോഗ്യമുള്ള ഒരു സന്തതിയായിട്ട് തന്നെ എന്റെ കൈകളിൽ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് മമ്മി പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ മമ്മി 9 മാസവും ദൈവകൃപയാൽ മമ്മി ആ ഇഞ്ചക്ഷൻസ് എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തു 9 മാസവും മമ്മി എന്നെ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ മമ്മിക്ക് വളരെ അധികം ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം പ്രതിസന്ധികളിൽ കൂടെ മമ്മി കടന്നുപോയി. എന്നാൽ തക്ക സമയമായപ്പോൾ മമ്മിക്ക് വിടുതല് ദൈവം അയച്ചു. പക്ഷെ ആ വിടുതൽ അയക്കുന്നതിന് മുമ്പ് യൂഷ്വലി ഡെലിവറി പെയിൻ വരുമ്പോൾ ഒരു പ്രാവശ്യം ഡെലിവറി പെയിൻ വന്ന് എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. അപ്പോ കുഞ്ഞ് ജനിക്കുന്നു, പിന്നെ ഡിസ്ചാർജ് ചെയ്ത് മടങ്ങി വരുന്നു. അങ്ങനത്തെ ഒരു സിനാരിയോ ആണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഡെലിവറിക്ക് പോവാണെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നത്. പക്ഷെ എന്റെ കേസിൽ മമ്മി എന്നെ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ആദ്യത്തെ പ്രാവശ്യം മമ്മിക്ക് പെയിൻ ഉണ്ടായിട്ട് മമ്മീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മമ്മി കുവൈറ്റിലായിരുന്നു. അപ്പം എന്നെ ഹോസ്പിറ്റലിലേക്ക് മമ്മി കൊണ്ടുപോയപ്പം പപ്പയുടെ സിസ്റ്ററും ബ്രദർ ഇൻ ലോയും ഉണ്ടായിരുന്നു. അവരായിരുന്നു മമ്മിക്ക് മൊത്തം സപ്പോർട്ട് നിന്നത്. അപ്പം അവര് ഹോസ്പിറ്റലിലേക്ക് മമ്മീക്ക് പെയിൻ വന്നിട്ട് മമ്മീനെ കൊണ്ടുപോയി. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം കൊണ്ടുപോയപ്പോ മമ്മീനെ പെയിൻ ആയിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ അപ്പോഴും ഡെലിവറി നടന്നില്ല. അപ്പം അവര് കുറെ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അപ്പം മമ്മീനെ തിരിച്ചയച്ചു. മമ്മി ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് മമ്മീനെ തിരിച്ചയച്ചു. അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ വന്നു കഴിഞ്ഞ് രണ്ടാമത് പിന്നെയും മമ്മിക്ക് പെയിൻ ഉണ്ടായിട്ട് മമ്മീനെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് അവര് ഷിഫ്റ്റ് ചെയ്തു. അപ്പോഴും രണ്ടാമത് പ്രാവശ്യം ഡെലിവറി പെയിൻ വന്നിട്ട് മമ്മിക്ക് ഡെലിവറി ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടും കുഞ്ഞ് പുറത്തു വരുന്നില്ലായിരുന്നു. ഞാൻ പുറത്തു വരുന്നില്ലായിരുന്നു. അപ്പം അവര് പറഞ്ഞു, നിങ്ങള് വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. 2 പ്രാവശ്യവും മമ്മി ഡെലിവറി പെയിനുമായിട്ട് ചെന്നിട്ട് ഒന്നും നടന്നില്ല. എന്നാൽ 3ാമത്തെ പ്രാവശ്യം സഹിക്കാൻ പറ്റാത്ത വേദന വന്നപ്പോൾ 3ാമത്തെ പ്രാവശ്യം വീണ്ടും മമ്മി ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് മമ്മിയുടെ ബ്രദർ ഇൻ ലോ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഇനിയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവത്തിന്റെ ഒരു സന്തതിയായിട്ട് ഞങ്ങളുടെ കൈകളിലേക്ക് ദാനമായി നീ തരണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോടെയാണ് മമ്മിയുടെ ബ്രദർ ഇൻ ലോ അവരെല്ലാരും കൂടെ ഒന്നിച്ച് പ്രാർത്ഥനയോടെ കടന്നു ചെന്നു. ദൈവകൃപയാൽ അന്ന് ആ 3ാമത്തെ പ്രാവശ്യം ഡെലിവറി പെയിൻ വന്ന് ഭയങ്കര സിവിയർ ആയിട്ട് പെയിൻ വന്ന 3rd ടൈമിലാണ് ഡെലിവറി സംഭവിച്ചത്. അപ്പോൾ പ്രാർത്ഥിച്ചോണ്ടല്ലേ. അപ്പൊ ഞാൻ മമ്മിയോടാണെങ്കിൽ മമ്മി അപ്പൊ എന്നോട് എന്റെ ചൈൽഡ്ഹുഡ് കാര്യം പറയുമ്പോ അപ്പൊ ഞാൻ മമ്മിയോട് പറയുമായിരുന്നു, പ്രാർത്ഥിച്ച് ഇൻഡ്യൂസ് ചെയ്ത് പുറത്തു കൊണ്ടുവന്ന ആയിരുന്നു എന്നെ. അങ്ങനെ ഞാൻ ജനിച്ചു അവിടെ. അത് കഴിഞ്ഞ് അപ്പം ഞാൻ മമ്മിയോട് പറയുമായിരുന്നു, ജനിച്ചപ്പോ ഞാൻ മമ്മിയുടെ ഉദരത്തിലായിരുന്നപ്പോഴും മമ്മിക്ക് ഞാൻ സമാധാനം കൊടുത്തില്ല. പുറത്തു വന്നപ്പോഴും ഞാൻ മമ്മിക്ക് സമാധാനം കൊടുത്തിട്ടില്ലായിരുന്നു. കാരണം പുറത്തു വന്നപ്പോഴും അതിൻ്റെതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ കൂടെ മമ്മി കടന്നുപോയി ഈ DVTയോടുള്ള ബന്ധത്തിലെല്ലാം. അങ്ങനെ ഒരു 9 മാസമായപ്പോൾ മമ്മി അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. മമ്മി സ്റ്റാഫ് നഴ്സ് ആയിരുന്നു മിനിസ്ട്രിയിലെ. MOHലെ സ്റ്റാഫ് നഴ്സ് ആയിരുന്നു മമ്മി. അപ്പം മമ്മി ഒരു ദിവസം ഞാൻ 9 മാസമായിരുന്നപ്പോൾ മമ്മി ഈവനിങ് ഡ്യൂട്ടിക്ക് കടന്നു പോയപ്പോൾ അവിടെ 11 മണി കഴിയുമ്പോഴാണ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നത്.
അപ്പൊ ആ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ ഒരു ഫുള്ള് ബ്ലൂ കളറായിട്ട് എന്റെ ശരീരം മൊത്തം ഫ്രം ദ ടിപ്പ് ടു ദ ടോ ഫുൾ ബ്ലൂ കളറില് എന്നെ കണ്ടു. അപ്പൊ മമ്മി നേഴ്സ് ആയത് മമ്മിക്ക് പിടികിട്ടി, ഇത് കൺവൾഷൻ അടിച്ചു, എനിക്ക് ഫിക്സ് അടിച്ചു എന്ന് മമ്മിക്ക് മനസ്സിലായി. അപ്പൊ മമ്മി എന്റെ എല്ലാം നോക്കിയപ്പോ എനിക്ക് ബ്രീത്തിങ് ഇല്ല, എന്റെ ശ്വാസം നിലച്ചു, ഒരു മരിച്ച നിലയില് ആയിരുന്നു എന്റെ അവസ്ഥ. അപ്പൊ മമ്മി പെട്ടെന്ന് ഞാൻ മരിച്ചു അല്ലെങ്കിൽ എനിക്ക് ബ്രീത്തിങ് ഇല്ലാന്ന്, ബ്ലൂ കളറായി ബ്രീത്തിങ് ഇല്ലാന്ന് മനസ്സിലായപ്പോ മമ്മി പെട്ടെന്ന് രാത്രിയിൽ നിലവിളിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് യൂണിഫോമിൽ നിന്ന് തന്നെ മമ്മി നിലവിളിക്കാൻ തുടങ്ങി. മമ്മി കരഞ്ഞ് നിലകുവിച്ച് മമ്മി വെളിയിലേക്ക് ഇറങ്ങി, മമ്മിയുടെ ബ്രദറിനോന്റെ വീട്ടിലേക്ക്. മമ്മി പെട്ടെന്ന് ആ റോഡിൽ രാത്രിയിൽ എന്നെ പിടിച്ചോണ്ട് എന്റെ ഈ ഞാൻ മരിച്ച എന്റെ ശരീരം കൊണ്ട് മമ്മി പെട്ടെന്ന് ഓടുമായിരുന്നു അങ്ങോട്ട്. അപ്പൊ മമ്മി ഓടിയ സമയത്ത് മമ്മി ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു, ഒറ്റ പ്രാർത്ഥന മാത്രം മമ്മി പ്രാർത്ഥിച്ചു, ഒറ്റ കാര്യം മാത്രം നിലവിളിയിൽ ദൈവത്തോട് പറഞ്ഞത്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് മമ്മി ആ വചനം മമ്മിയുടെ നാവിൽ നിന്ന് പറയുകയും പെട്ടെന്ന് ആ റോഡിൽ കൂടെ മമ്മി ഓടുകയും, മമ്മി നിലവിളിച്ചുകൊണ്ടാണ് ഈ വചനം പറഞ്ഞുകൊണ്ട് ഓടുന്നത്. അപ്പം ആ പെട്ടെന്ന് ആ ഒരു നൊടി നേരത്തേക്ക് പെട്ടെന്ന് എന്നിൽ ബ്രീത്തിങ് വരാൻ തുടങ്ങി, പയ്യെ ഞാൻ ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. ആ വചനത്തിന്റെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, അന്ന് ആ ദൈവത്തിന് മഹത്വം മമ്മി കൊടുത്തപ്പോൾ ദൈവത്തിന്റെ ഒരു അസാധാരണമായ ഒരു ശക്തി, വചനത്തിന്റെ ശക്തി എന്നിൽ കൂടെ ഇറങ്ങി വ്യാപരിച്ചു എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അതിൽ കൂടെ എന്റെ ബ്രീത്തിങ് പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. പയ്യെ പയ്യെ എന്റെ ആ ബ്ലൂ കളർ, ശരീരം ബ്ലൂ ആയിരുന്നത് പയ്യെ പയ്യെ ബ്ലൂ കളർ മാറി. എന്നിട്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് അവർ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു അത് പനി കൂടിയിട്ട് കൊച്ചിനെ അടിച്ചതാണെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ 9 മാസം അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് മരണത്തിൽ നിന്ന് യഹോവ എനിക്ക് നീക്കുപോക്ക് തന്നു. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ജീവനുള്ള സാക്ഷിയായിട്ട് ഇന്ന് ഞാൻ ഈ സാക്ഷ്യം നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളില് ഒരു ബോധ്യം തരുന്നത് എന്താന്ന് പറഞ്ഞാല്, വാക്തത്വമുള്ള ഒരുവനെ, വാക്തത്വമുള്ള ഒരു സന്തതിയെ ഒരു മരണത്തിനോ ഒരു രോഗത്തിനോ ഒരു ദുഃഖത്തിനോ ഒരു സിറ്റുവേഷൻസിനോ തകർത്ത് കളയാൻ ഒന്നിനും കഴിയത്തില്ല എന്നുള്ളൊരു ബോധ്യമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. കാരണം അന്ന് എന്റെ മേൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, ഒരു 2ാം ജന്മമായിട്ട്, ഒരു സെക്കൻഡ് ബർത്ത് ആയിട്ട് ജീവന്റെ ശക്തി എന്റെ മേൽ വ്യാപരിച്ചപ്പോൾ ആ ഒരു മരണത്തിൽ നിന്ന് എന്നെ ഉയർപ്പിച്ചെഴുന്നേൽപ്പിച്ചതാണ്. അത് കഴിഞ്ഞു 9 മാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് എന്റെ സ്കൂളിങ് തുടങ്ങുണ്ടായി. എന്നെ LKG മമ്മി എന്നെ ചേർത്തു. അപ്പൊ LKG തൊട്ട് തുടങ്ങിയപ്പോൾ ഞാൻ പഠിക്കത്തില്ലായിരുന്നു, ഒരിക്കലും ഒന്നും ഞാൻ പഠിക്കത്തില്ലായിരുന്നു. എല്ലാത്തിനും ഞാൻ 0 വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമായിരുന്നു, ഫുള്ള് പഠിക്കത്തേ ഇല്ലായിരുന്നു. അപ്പം എന്റെ വീട്ടുകാരും എല്ലാരും എന്നോട് പറയും, ദൈവമേ ബുദ്ധിയില്ലാത്ത ഒരു സന്താനമായല്ലോ ഇതെന്താ ഇവൾക്ക് ബുദ്ധി ഇല്ലാതെ പോയത്, ഇവളെന്താ എല്ലാത്തിനും ഇങ്ങനെ പുറകോട്ട് പോയേ, എന്താ ഇവൾക്ക് ഒട്ടും പഠിക്കാൻ ഒരു ഇല്ലല്ലോ എന്ന് എല്ലാരും എന്നെ കുറിച്ച് പറയാൻ തുടങ്ങി. മമ്മി ദൈവസ്ഥനിൽ ശരിക്കും നിലവിളിക്കാൻ തുടങ്ങി. കാരണം ജനിച്ച നാളെ തൊട്ടേ ഈ പ്രതിസന്ധി ആയതുകൊണ്ട് മമ്മിക്ക് ഈ നിലവിളി മാത്രമേ ഉള്ളായിരുന്നു എന്നെ കുറിച്ച്. അപ്പം മമ്മിക്ക് PTA മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴും മമ്മിക്ക് ഇത് മാത്രമേ ഉള്ളായിരുന്നു കേൾക്കാൻ, എന്നെ കുറിച്ച് കംപ്ലൈന്റ് അല്ലാതെ വേറെ ഒന്നും മമ്മിക്ക് എന്നെ കുറിച്ച് കേൾക്കാനില്ലായിരുന്നു. അതുപോലെ ഞാൻ പഠിക്കത്തില്ലായിരുന്നു, ഭയങ്കര പുറകോട്ടായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ ഞാൻ പുറകിലേക്ക് ആയിരുന്നപ്പോഴാണ് ഇച്ചിരി മുൻപോട്ട് പോയി. അപ്പം എന്നെ മമ്മിയും പപ്പയും അവിടെ ജോലി ആയതുകൊണ്ട്, കുവൈറ്റില് ജോലി ആയതുകൊണ്ട് എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട്, കുഞ്ഞിലെ ആയതുകൊണ്ട്, അച്ഛനും സ്കൂളിൽ പോകുന്നതുകൊണ്ട് എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് മമ്മി എന്നെ ബേബി സിറ്റിങ്ങിലേക്ക്, അവിടെ ബേബി സിറ്ററിന്റെ സിസ്റ്റം ഉണ്ടല്ലോ, അപ്പം അവിടെ എന്നെ കൊണ്ടാക്കി. അപ്പം ലൈക്ക് എന്റെ ഡെസ്റ്റിനേഷൻ ഇപ്പൊ ഞാനിവിടെ വന്നു നിൽക്കുന്നത് മാംഗ്ലൂരാ. അപ്പം ഓരോ സൈഡിലും ലൈക്ക് എന്റെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, എന്റെ ജീവിതത്തിലെ അനുഭവത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ അടുക്കുന്നതിൻ്റെതായിട്ടുള്ള ഓരോ സിഗ്നല് പരിശുദ്ധാത്മാവ് തന്നിട്ട് എന്നെ ബേബി സിറ്റിങ്ങിലേക്ക് ആക്കിയത് ഒരു മാംഗ്ലൂരിയന്റെ അടുത്തായിരുന്നു. അപ്പോൾ ആ മാംഗ്ലൂരിന്റെ അടുത്ത് എന്നെ ആക്കി. അപ്പം എനിക്ക് ABCD 1 2 3 ലൈക്ക് ഇവൻ തോ 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ് ആയിട്ട് പോലും എനിക്ക് ABCD 1 2 3 ഒന്നും എനിക്കറിയില്ല. എന്താണോ സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിംഗ് ലൈൻ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ എന്നെ ബേബി സിറ്റിങ്ങിലാക്കിയപ്പോൾ ആ മാംഗ്ലൂരിൻ ആ പുള്ളിക്കാരി മമ്മിയോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പോയാൽ, മമ്മിയോട് ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പോയാൽ ജെമി 10ാം ക്ലാസ് പോലും
ജയിച്ച് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവളുടെ അവസ്ഥ ഇപ്പോൾ കണ്ടാൽ ഭയങ്കരമായിട്ട് ബാഡാണ്. അവൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലും കൊടുത്താൽ അവൾക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ പറഞ്ഞു കൊടുത്താലേ അവൾക്ക് അറിയത്തുള്ളൂ, അല്ലാതെ അവൾ എഴുതത്തില്ല, പഠിക്കത്തില്ല. കാരണം ഒരു വലിയ ആൻസർ പറഞ്ഞാൽ എന്റെ തലയിൽ ഇരിക്കത്തില്ല, പഠിച്ചാൽ ഒന്നും തലയിൽ ഇരിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ മാംഗ്ലൂരി എന്ന് പറഞ്ഞു 10ാം ക്ലാസ്സിൽ ഇവള് ജയിച്ച് കയറുവോ ഇല്ലോ എന്ന് പോലും എനിക്ക് സംശയമാ എന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മമ്മി എന്നോട് പറയുന്നത്, മമ്മി കണ്ണീരോടെയായിരുന്നു ഇതെല്ലാം കേട്ടത്. ദൈവസേനയിൽ മമ്മി ഇരുന്ന നിലപാട് വീഴാൻ തുടങ്ങി. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു എൻകൗണ്ടർ ദൈവം ഒരുവന്റെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ആ 9 മാസം എന്റെ ആ ഫിക്സ് കഴിഞ്ഞ പിന്നെ എനിക്കിതായിരുന്നു പ്രോബ്ലം ഫുൾ. എനിക്ക് പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഞാൻ ഫുൾ പുറകോട്ടായിരുന്നു. അങ്ങനെ ആ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പൊ എന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് ആ സമയങ്ങൾ കടന്നു വരുവാണെങ്കിൽ ഒരു 5th 6th സ്റ്റാൻഡേർഡിലേക്ക് കടന്നു വരും. ഈവൻ തോ ഞാനൊരു പെന്തക്കോസ് ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്. എന്റെ പപ്പയുടെ ഫാമിലി ഫുൾ പെന്തക്കോസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ്, മമ്മിയുടെ യാക്കോബ കുടുംബമാണ്. അപ്പം ഇവൻ തോ ഞാനൊരു പെന്തക്കോസ് ഫാമിലിയിൽ ജനിച്ചു വളർന്നെന്ന് പറഞ്ഞാലും ദൈവമായിട്ട് ഒരു ബന്ധവും എനിക്കില്ലായിരുന്നു. ഞാൻ ചർച്ചിൽ പോകും, വരും, പ്രാർത്ഥിക്കും, പോകും, അല്ലാതെ ഈ ദൈവമായിട്ട് ഒരു അഗാധമായ ഒരു ബന്ധമോ ബൈബിൾ പോലും ഞാൻ തുറക്കത്തില്ലായിരുന്നു വായിക്കാൻ. ഞാൻ അതുപോലെ ലീസ്റ്റ് ബോധേഡായിരുന്നു ആത്മീക കാര്യത്തില്. കാരണം അതുപോലെ ഞാൻ പഠനത്തിലും പുറകിലായിരുന്നു. കാരണം എനിക്ക് വായിക്കാനും ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ബൈബിൾ വായിക്കത്തില്ലായിരുന്നു, ആ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ്. അങ്ങനെ ഒരു ഇച്ചിരി മുൻപോട്ട് നീങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ക്ലാസ്സും ഞാൻ പാസ് ഔട്ട് ആയി പോയത് മമ്മിയുടെ കണ്ണീരോടെ ഉള്ള പ്രാർത്ഥനയുടെ മധ്യത്തിലാണ് ദൈവം എന്നെ ഓരോ സ്റ്റെപ്പിലും കടത്തി വിട്ടത്. അങ്ങനെ ഒരു 7ാം ക്ലാസ് ഒക്കെ ആയപ്പോ പയ്യെ ഞാൻ പഠിക്കാൻ തുടങ്ങി. എന്റെ എല്ലാവരുടെയും സഭയുടെയും ഓരോരുത്തരുടെ കണ്ണുനീരൊഴുക്കിയ പ്രാർത്ഥനയും കൊണ്ട് ഞാൻ പയ്യെ പഠിക്കാൻ തുടങ്ങി. ബുദ്ധിമണ്ഡലം പയ്യെ ദൈവാത്മാവ് എനിക്ക് പ്രകാശിക്കാൻ തുടങ്ങി. അന്നൊന്നും ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല, ദൈവമായിട്ട് ഒരു ബന്ധമില്ല. മറ്റുള്ളവരുടെ പ്രാർത്ഥന ഐ വാസ് ലൈക്ക് മമ്മി പ്രാർത്ഥിക്കുന്നുണ്ട്, സഭ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ദൈവം എന്നെ നടത്തും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോടെ, ആ ഒരു കാഴ്ചപ്പാടോടെ ആയിരുന്നു ഞാൻ കടന്നുപോയത്. എന്നാൽ ഒരു 7ാം ക്ലാസ് കഴിഞ്ഞ് ഒരു 8ാം ക്ലാസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു 8ാം ക്ലാസ്സിന്റെ പകുതി ആയപ്പോഴത്തേക്ക് എനിക്ക് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിൽ കൂടെ ഞാൻ കടന്നുപോയി. അതായത് എന്താ സംഭവം എന്ന് എനിക്കും അറിയത്തില്ല, ഡോക്ടേഴ്സിന് പോലും പിടി കിട്ടുന്നില്ല എന്റെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന്. കാരണം ഞാൻ എന്ത് കഴിച്ചാലും ഞാൻ ഛർദ്ദിക്കും, എന്ത് കഴിച്ചാലും എനിക്ക് വയറ്റിളക്കവും, എനിക്ക് തലവേദന, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ എന്ത് കഴിച്ചാലും എന്റെ ശരീരത്തിന് പിടിക്കത്തില്ല, അതുപോലെ ഞാൻ വൊമിറ്റ് ചെയ്ത് കളയുമായിരുന്നു. അതുകൊണ്ട് എന്റെ ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വെള്ളം പോലും കുടിച്ചാൽ പോലും ഞാൻ അത് ഛർദ്ദിച്ച് കളയുമായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അന്നൊന്നും ഞാൻ അറിയുന്നില്ല ഈ തീച്ചുളയുടെ മധ്യത്തിലാണ് ദൈവം എന്നെ വിടുന്നത്, ഇതിന്റെ ഉദ്ദേശം എന്താണ്, ദൈവം ഇതിന്റെ മധ്യത്തിൽ ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ 8ാം ക്ലാസ്സിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ തുടങ്ങി. എന്റെ അക്കാഡമിക്സിൽ ഞാൻ പയ്യെ പുറകോട്ട്, ഞാനൊരു 7ാം ക്ലാസ്സിൽ എനിക്ക് കൊണ്ടുവന്ന പ്രോഗ്രസ് 8ാം ക്ലാസ് വരെ എനിക്ക് കൊണ്ടുവന്നതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്കായി. ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയില്ല, ഞാൻ ആ ക്ലാസ്സസിന് മുടക്കി, ക്ലാസ്സസ് പോകത്തില്ലായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല. ഒരു വല്ലാത്തൊരു പ്രതിസന്ധി കൂടെ ഞാൻ കടന്നുപോയി. ഹോസ്പിറ്റലിൽ തുടങ്ങി. എനിക്കൊന്ന് കുവൈറ്റിലെ എല്ലാ ഹോസ്പിറ്റലും ഞാൻ പോയി. മമ്മിയുടെ ഒരു ന്യൂറോ സർജിക്കൽ ഹോസ്പിറ്റലാണ്, അവിടെ പോലും എന്നെ മമ്മി കൊണ്ടുപോയി. ബ്ലഡ് ടെസ്റ്റ്, അൾട്രാസൗണ്ട് ഇല്ലാത്ത ഒന്നും, മെഡിക്കൽ ടെസ്റ്റ് ഇനിയും ചെയ്യാനായിട്ട് ഒന്നും ഇല്ലായിരുന്നു. എല്ലാ ടെസ്റ്റുകളും ചെയ്യുമ്പോഴും എല്ലാത്തിനകത്തും എന്റെ റിസൾട്ട് നോർമലാണ്, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ എനിക്ക് എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും എനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ട്. രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ, എനിക്ക് സമാധാനം കെടുത്തുന്നു എന്നെ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ഒരു വർഷത്തോളം ദൈവമക്കളെ എങ്ങനെ ഞാൻ 8ാം ക്ലാസ് ഒക്കെ പാസ്സായി 9ലേക്ക് എന്നെ ദൈവം കയറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം ഞാൻ ക്ലാസ്സസ് അധികം അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു, എക്സാമും മര്യാദയ്ക്ക് എഴുതിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയാം ഞാൻ പാസ്സായി പോയതും എന്നെ കയറ്റി വിട്ടതും ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു എന്ന് എനിക്ക് നന്നായി ഇപ്പോഴും അറിയാം. അങ്ങനെ ഒരു വർഷത്തോളം എന്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ കൂടെ ഞാൻ കടന്നുപോയി. അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ ഞാൻ ഈ ദൈവസ്നേഹം എന്താണെന്ന് അനേകർ എനിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അനേകർ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ചർച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ദൈവം ആരാണ്, ഈ ഇതിനകത്ത് ഇനിയും ഒരു മെഡിക്കൽ പ്രൊഫഷണൽസിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ദൈവത്തിന് മാത്രമേ ഇനി എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച എന്റെ ദൈവത്തിന് മാത്രമേ
എന്റെ ശാരീരികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടിൽ നിന്ന് എന്നെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ദൈവസ്ഥലിൽ അന്നാണ് ആദ്യമായിട്ട് ഞാൻ മര്യാദയ്ക്ക് ദൈവസ്ഥലില് താഴ്മ തിരിച്ച് ദൈവസ്ഥലിൽ ഞാൻ വിട്ടുകൊടുത്തു. ഞാൻ ഒരു കാര്യം മാത്രം, ഒരു വാക്ക് മാത്രം ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പക്ഷേ ഞാൻ ഒരു വാക്ക് മാത്രം, എന്റെ അമ്മ കിടന്ന് പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രാർത്ഥനയുടെ ഒരു വാചകം മാത്രം എനിക്ക് അറിയത്തുള്ളൂ, ദൈവമേ നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ സമ്പൂർണമായിട്ട് വെളിപ്പെടണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ഒക്ടോബറും നവംബറും ആയിട്ടൊക്കെ ഞാൻ ഭയങ്കര പീക്ക് ലെവലില് സിവിയർ ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ കൂടെ, അതായത് എനിക്ക് വെളിയിൽ പോലും, അതായത് എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലും എനിക്ക് അനുവദിക്കുന്നില്ല, ഫുൾ കിടപ്പിലായിരുന്നു. അങ്ങനെ എന്റെ മമ്മിയൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ഓർത്ത് ഭാരപ്പെടും, മമ്മി നിലപാട് വീടുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ നവംബറിൽ ഞാൻ അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്റെ ഉള്ളിന്റെ ഉള്ളില് എന്തോ ഒരു ശബ്ദം മന്ത്രിക്കുന്നതായിട്ട് എന്നെ ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തു. എന്നോട് പറഞ്ഞു, നീ നാട്ടിലേക്ക് കടന്നു പോകുക എന്ന് എന്നോട് എന്റെ ഉള്ളിന്റെ ഉള്ളില് പരിശുദ്ധാത്മാവ് മന്ത്രിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മമ്മിയോട് പെട്ടെന്ന് പറഞ്ഞു, മമ്മി എനിക്കറിയത്തില്ല, എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് ഇത് തന്നെ എന്റെ നാവിൽ നിന്ന് വരുന്നുള്ളൂ. അപ്പൊ മമ്മി എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിട്ട് നോക്കുന്നുണ്ട്, ഇവളെന്താ ഇങ്ങനെ ഞങ്ങളോട് പറയുന്നത്. പപ്പ ആ സമയത്ത് നാട്ടിലായിരുന്നു അവധിയോടുള്ള ബന്ധത്തില്. അപ്പൊ ഫൈനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടിൽ കൂടെ, ലൈക്ക് എനിക്ക് ടെസ്റ്റ് ചെയ്ത് ഇല്ലാത്ത എല്ലാം ഫൈനാൻഷ്യലി ഭയങ്കര സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുമായിരുന്നു. അപ്പം എനിക്കും മമ്മിക്കും കൂടെ നാട്ടിൽ പോകാനും വരാനും ഉള്ള ടിക്കറ്റും ഒക്കെ ചാർജ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ ഈ ശബ്ദം മാത്രമേ ഞാൻ ഇരുട്ടിന്റെ നടുവിലാണ് കിടന്നത്, ഞാൻ ഇരുട്ടിന്റെ ഒരു ഇതിലായിരുന്നു ഞാൻ കിടന്നത്. എനിക്ക് മുന്നിൽ ഒരു വെളിച്ചവും മുന്നിലൊന്നും എന്റെ മുന്നിൽ തെളിയില്ല. ആകെപ്പാടെ ഈ ഒരു ശബ്ദം മാത്രം, ഒരു അശരീരി എന്നും പറയാൻ പറ്റത്തില്ല, എന്റെ ചെവിയിൽ മന്ത്രിക്കാൻ തുടങ്ങി, നീ നാട്ടിൽ പോന്ന്. അങ്ങനെ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്കിത് നാട്ടിൽ പോയേ പറ്റൂ. എന്നാൽ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഒരു വാക്ക് എന്റെ മമ്മിയോട് പറഞ്ഞു, നാട്ടിൽ പോയാൽ ഞാൻ വിടുതലോടെ കടന്നു വരും എന്ന് മാത്രം ഞാൻ ഇങ്ങനെ ഒരു വാക്ക് മമ്മിയോട് ഞാൻ പറഞ്ഞു. അങ്ങനെ മമ്മി ഇത് കേട്ടപ്പോ മമ്മി ബെൻസിന ഹോസ്പിറ്റലായിരുന്നു ജോലി ചെയ്തത്. അപ്പം അവിടെ ജോലി ചെയ്തപ്പോൾ മമ്മിക്ക് അവിടെ ലീവിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ലീവ് കിട്ടത്തേ ഇല്ല, നമ്മൾ നോക്കിയാലും കിട്ടത്തില്ല. പക്ഷെ എന്തോ ഒരു ദൈവനിയോഗ പ്രകാരം മമ്മി വെറുതെ ഇങ്ങനെ കൊടുത്തപ്പോൾ മമ്മിക്ക് ഒരു എമർജൻസി ലീവ് 15 ഡേയ്സിന് മമ്മിക്ക് കിട്ടി. പെട്ടെന്ന് കിട്ടിയതായിരുന്നു, ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ ജീവിതത്തിൽ അത് കിട്ടുമെന്ന്. അങ്ങനെ പെട്ടെന്ന് 15 ഡേയ്സിന് ലീവ് കിട്ടി. അങ്ങനെ പെട്ടെന്ന് മമ്മി ടിക്കറ്റ് ബുക്ക് ചെയ്തു, എനിക്കും മമ്മിക്കും കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ദൈവമക്കളെ ഞാൻ സത്യം പറയാലോ, ഞാൻ ഹോസ്പിറ്റലിൽ പോയത് IV ഫ്ലൂറിലായിരുന്നു പോയത്. കാരണം എനിക്ക് കഴിക്കാനും കുടിക്കാനും പറ്റാത്തതുകൊണ്ട് എനിക്ക് ഡീഹൈഡ്രേഷൻ ആയിട്ട് എന്റെ കയ്യിൽ ഐസോട് വിട്ടുകൊണ്ടാണ് ഞാൻ കടന്നുപോയത്. എനിക്ക് ഇറങ്ങിക്കേറി ട്രാൻസിറ്റ് ആയിരുന്നു ഫ്ലൈറ്റ്, വേറെ ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ട്രാൻസിറ്റ് ആയിട്ട് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ, അവിടെ ചെന്നെത്തിക്കാൻ എനിക്കൊന്ന് നിൽക്കാൻ വേണ്ടി ഐസോഡിലായിരുന്നു ഞാൻ കടന്നുപോയത് ഇതില്. അങ്ങനെ എല്ലാം സെറ്റാക്കി, എല്ലാം ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞോണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇന്നും ഞാൻ ഓർക്കുന്നു, ഞാൻ കരഞ്ഞോണ്ടാണ് വീടിന്റെ പടി ഇറങ്ങിയത്. കാരണം ഇതുവരെയായിട്ട് ഞാൻ കടന്നു പോകാത്തൊരു സാഹചര്യമായിരുന്നു ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോയിട്ടില്ല. അങ്ങനെ ഞാൻ പടി ഇറങ്ങിയപ്പോൾ ഞാൻ ദൈവത്തോട് ഒരു കാര്യം പ്രഖ്യാപിച്ചു. ഇറ്റ് വാസ് എ പ്രൊക്ലമേഷൻ, ഇറ്റ് വാസ് എ ഡിക്ലറേഷൻ. എന്റെ നാവിൽ കൂടെ വന്നു, ദൈവമേ ഞാൻ ഇനി ഈ ദേശത്ത് കടന്നു വരണമെങ്കിൽ എനിക്ക് എന്റെ ശാരീരികമായിട്ടും എന്റെ എല്ലാ മേഖലയിലും എനിക്കൊരു വിടുതലോടെ തരാതെ ഞാൻ ഈ ദേശത്ത് കാലുകുത്തത്തില്ല, എനിക്ക് വിടുതൽ വന്നില്ലെങ്കിൽ ഞാൻ ഈ ദേശത്ത് കടന്നു വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു പ്രൊക്ലമേഷൻ നടത്തിയിട്ട് ഞാൻ കണ്ണീരോടെ ഞാൻ അവിടുന്ന് ഇറങ്ങി. ഞാനപ്പോ എന്റെ മനസ്സിൽ കൂടെ പോയി, ദൈവം ഇത് കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ ഈ പ്രൊക്ലമേഷൻ എന്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുക, എനിക്ക് വിടുതൽ കിട്ടാതെ ഞാൻ ഈ കുവൈറ്റിന്റെ ദേശത്ത് ഞാൻ കാലുകുത്തത്തില്ല. ഇവൻ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ ക്യാൻസൽ ചെയ്താൽ ശരി, എനിക്ക് വിടുതലോടെ കാരണം ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ഇതിന്റെ മേലുള്ള ദൈവിക പദ്ധതിനെ തിരിച്ചറിയണം എന്നുള്ള ഇതില് ഞാൻ കടന്നുപോയി. ദൈവകൃപയാല് ഞാൻ എയർപോർട്ടിലെല്ലാം പോകുമ്പോഴും, കുവൈറ്റ് എയർപോർട്ടിൽ കൂടെ പോകുമ്പോഴും ഒക്കെ എനിക്ക് നിൽക്കാനോ ഒന്നും കഴിയുന്നില്ല. പക്ഷെ എന്തോ ഒരു അസാധാരണമായ ദൈവശക്തി എന്നെ ശക്തീകരിക്കാൻ തുടങ്ങി. എനിക്ക് എന്തോ ഒരു ശക്തി പോലെ എനിക്ക് നിൽക്കാനും എഴുന്നേക്കാനും ഒക്കെ ഒരു ശക്തി ദൈവം തന്നു. അങ്ങനെ ട്രാൻസിറ്റ് ഒക്കെ ഇറങ്ങി നാട്ടിലേക്ക് ഞാൻ കടന്നു വന്നു.
അപ്പം ഞാന് അപ്പൊ ഞാൻ അവിടെ കടന്നു വന്നാലും വീട്ടിൽ വന്നു കിടന്നുറക്കം എനിക്കില്ല. ഞാൻ ഒരു വർഷമായിട്ട് കിടന്നുറങ്ങിയിട്ടില്ല. ഉറക്കം എന്നാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ആ ഒരു വർഷം. അപ്പൊ ഞാൻ വീട്ടിൽ കടന്നു വന്നിട്ട് ഞാൻ ഇങ്ങനെ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഭയങ്കര ബ്ലാങ്ക്. ഞാൻ ഈ ലോകത്തേ അല്ല. ആരൊക്കെ എന്തൊക്കെ എന്നോട് മിണ്ടാലും ഞാനിങ്ങനെ മൂളിച്ചല്ലാതെ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന പോലെയായിരുന്നു എന്റെ മാനസിക അവസ്ഥ മൊത്തവും. ഞാനിങ്ങനെ മൂളിച്ച മാത്രമേ ഉള്ളൂ. ഒരു വല്ലാത്ത മേഖലയിൽ ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ, ഞങ്ങളവിടെ നാട്ടില് പൂമല ദേവസഭ, അതായത് ചർച്ച് ഓഫ് ഗോഡിലാണ് ഞങ്ങളൊക്കെ കൂടുന്നത്. അന്ന് അവിടെ 3-4 ദിവസത്തെ, ഞങ്ങൾ ചെന്ന സമയത്ത് 3-4 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ അവിടെ നടക്കുമായിരുന്നു. അപ്പോ ഞാന് ഫാസ്റ്റിംഗ് പ്രെയർ ആണെന്ന് പറഞ്ഞാലും എനിക്ക് പോകണമെന്നുണ്ട്. പക്ഷെ എനിക്ക് നിൽക്കാനും ഇരിക്കാനും, എനിക്ക് കസാരയിൽ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോ ഞാൻ അവിടെയും വേണമെങ്കിൽ പോകണമെങ്കിൽ ഐഫ്ലൂളിലും എല്ലാം കടന്നു പോകേണ്ടി വരും. അപ്പം ഞാൻ മടി പിടിച്ച് എനിക്ക് പോകണ്ട, ഞാൻ മടി പിടിച്ചിരിക്കുവായിരുന്നു. പക്ഷേ എന്നോട് മമ്മി പറഞ്ഞു, നീ ആ ഫാസ്റ്റിംഗ് പ്രെയറിന് കടന്നു പോകണം. എന്താണെന്ന് അറിയത്തില്ല, മമ്മി എന്നോട് പറഞ്ഞു, നീ ഫാസ്റ്റിംഗ് പ്രെയറിന് കടന്നു പോകും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കടന്നുപോയി. അന്നത്തെ രാത്രിയിലെ ഒരു മീറ്റിങ്ങിനായിരുന്നു ഞാൻ കടന്നു പോയത്. അന്ന് ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞ് എന്നെ രണ്ടുപേരെ പിടിച്ചാലേ എനിക്ക് നിൽക്കത്തുള്ളൂ. അപ്പൊ മമ്മി എന്നെ പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ പോയി ഇരുന്നു. ഞാൻ അവിടെ ചെന്ന് കയറിയപ്പോ ഇന്ന് ഞാൻ അതിനെ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ആ ഒരു സഭയ്ക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഞാൻ കയറി ചെന്നപ്പോൾ ഒരു ആരാധനയോ ഇവിടെ പരിശുദ്ധാത്മാവ് ചലിക്കും എന്നുള്ള ഒരു ഗ്യാരണ്ടി, ഒരു 1% പോലും അവിടെ കാണുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്നിരുന്നപ്പോഴും എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഞാൻ ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ട് എന്റെ ജീവിതം കഴിഞ്ഞു, ഇനി ഒന്നും ഇല്ല എന്റെ മുന്നിൽ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ആരാധനയ്ക്ക് ഞാൻ അവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സിനുള്ളില് അറ്റ്മോസ്ഫിയർ അവിടെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഡ്രൈ ആയിട്ട് ഒരു അനുഭവത്തിൽ നിന്ന് പെട്ടെന്ന് അറ്റ്മോസ്ഫിയർ, ദൈവാത്മാവ് അവിടെ ചലിക്കാൻ തുടങ്ങി. അസാധാരണമായ ദൈവസാന്നിധ്യം അവിടെ ചലിക്കാൻ തുടങ്ങി. ഞാൻ കസാരയിലായിരുന്നു ഇരുന്നത്. ഞാൻ കസാരയിൽ ഇരുന്നിട്ട് ഞാൻ കണ്ണടച്ചിരിക്കുക. ഞാൻ രക്തം ചെയ്യും എന്നാണ്. ഞാൻ അന്യഭാഷ വരവോ അല്ലെങ്കിൽ അഭിഷേകം പ്രാപിക്കാതെ രക്തം ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് വിടുതൽ തരണമെന്നോ ഒന്നും ഞാൻ ദൈവത്തോട് പറഞ്ഞില്ല. ആ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ, ഒരു ഇടിമിന്നൽ ഇടിക്കുന്നത് പോലെ എന്റെ ശരീരത്ത് തല തൊട്ട് പാദം വരെ ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ ഒരു ദൈവശക്തി എന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. ഞാൻ ഇരുന്ന സ്ഥലം ഞാൻ ഓർത്തില്ല. ഞാൻ കസാരയില് ഏറ്റവും പുറകിലെ ഒരു സ്ഥലത്താണ് ഞാൻ ഇരുന്നത്. ഞാൻ മുന്നിൽ പോയി ഇരുന്നില്ല. ഞാൻ ഏറ്റവും പുറകില് പോയി ഞാൻ ഇരിക്കുമായിരുന്നു. എന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ അഭിഷേകത്തിന്റെ ഒരു വെളിപ്പാട്, അഭിഷേകത്തിന്റെ ശക്തി എന്റെ ശരീരത്തിന് മേലെ തല തൊട്ട് പാദം വരെ വ്യാപരിക്കാൻ തുടങ്ങി. എന്റെ മേലുള്ള ആ രോഗാത്മാവിന്റെ കെട്ടിനെ ദൈവം അവിടെ പൊട്ടിച്ചു. ഞാൻ ആരാധിച്ച് ഞാൻ ഇരുന്ന സ്ഥലം ഞാൻ ഓർത്തില്ല. ഞാൻ ആരാധിച്ച് ഞാൻ ഇച്ചിരി കണ്ണു വന്നപ്പോൾ ഞാൻ മുന്നിലായിരുന്നു, ഞാൻ പുറയിൽ ഇരുന്നവളായിരുന്നു. പക്ഷെ ഞാൻ മുന്നിൽ വന്ന് നിന്നു. അഭിഷേകത്തിന്റെ ശക്തി എന്റെ മേൽ വ്യാപരിച്ചപ്പോൾ അന്ന് പരിശുദ്ധാത്മാവ് ഒരു നവംബർ പകുതിയോടെ ആയപ്പോൾ ദൈവാത്മാവ് എനിക്ക് ശക്തമായിട്ട് ആ ഉപവാസ പ്രാർത്ഥനയില് ആ ദൈവത്തിന്റെ അന്തരീക്ഷം അവിടെ വെളിപ്പെട്ടപ്പോൾ, എന്റെ മേൽ ആ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ ആ ഒരു രോഗത്തിന്റെ ശക്തിനെ, ആ രോഗത്തിന്റെ ആ ഒരു പ്രശ്നത്തെ ദൈവം എന്നിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് എടുത്തു മാറ്റി. അന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്നിട്ട് അപ്പോ ഞാൻ ഈ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ കുവൈറ്റിന്റെ ദേശത്ത് നിന്ന് നീ ഓർത്തു ആരും നിന്നെ കണ്ടില്ലാന്ന്. പക്ഷെ നീ ആ കുവൈറ്റിന്റെ ദേശത്ത് നിന്ന് ആ പടി ഇറങ്ങുന്നതിന് മുമ്പ് നീ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു. അതാണ് നിന്റെ ജീവിതത്തില് ഞാൻ അഭിഷേകമായിട്ട് എനിക്ക് നിന്നിൽ അഭിഷേകം നിറയ്ക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ കൂടെ നിന്നിൽ കൂടെ അഭിഷേകത്തിന് ശക്തി വെളിപ്പെടാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇതിൽ കൂടെ 1 വർഷമായിട്ട് കടത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രൊക്ലമേഷനിൽ കൂടെ ദൈവാത്മാവ് എന്നെ അതിൽ കൂടെ വിടുവിച്ചെടുത്ത് എന്നെ 9ാം ക്ലാസ്സിലേക്ക് ഞാൻ അങ്ങനെ ദൈവകൃപയാൽ ഞാൻ എങ്ങനെ പാസ്സായെന്ന് എനിക്ക് അറിയത്തില്ല. ആ ഒരു ടീച്ചേഴ്സിനൊക്കെ ഒരു അസാധാരണമായ ഒരു ദയ, ഒരു എസ്തറിനോട് കാട്ടതുപോലെ ഒരു അസാധാരണമായ ദയ ആ ടീച്ചേഴ്സിന് എന്നോട് തോന്നി, എന്നെ പാസ്സാക്കി വിട്ടു. എന്നിട്ട് അങ്ങനെ 9ാം ക്ലാസ്സിൽ ഞാൻ കയറി കഴിഞ്ഞപ്പോൾ എന്റെ ആത്മീക അപ്പോഴൊന്നും ഞാൻ ശുശ്രൂഷയിലില്ല, അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞാലും
പയ്യെ പയ്യെ ഞാൻ ആത്മീയമായിട്ട് ദൈവത്തോട് അടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു 9ാം ക്ലാസ്സിന്റെ പകുതി ആയപ്പോൾ ഒരു രാത്രി, തേഴ്സ്ഡേ രാത്രിയില് ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഒരു സ്വപ്നം കാണിക്കുകയുണ്ടായി. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ അവിടുത്തെ ദൈവസഭ, ഞാൻ അവിടെ PCK സഭയിലാണ് കൂടി വന്നത്, IPC-PCK-യിലാണ് ഞാൻ അവിടെ കൂടി വന്നത്. അപ്പോൾ ഞാൻ എന്നെ ആ സ്വപ്നം കാണിക്കുന്ന സഭേനെയാണ്. അപ്പം ഞാൻ അവിടുന്ന് എന്തോ ഒരു പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞിട്ട്, ഏതോ പ്രോഗ്രാമിനുള്ള പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞ ഒരു രാത്രിയിൽ ഞാൻ ഇറങ്ങി വരുന്നു. എന്നിട്ട് എന്റെ മമ്മി കാറിൽ എന്നെ കാണുന്നുണ്ട്. പക്ഷെ എന്നെ മമ്മി കണ്ടിട്ടും മമ്മി കാറിൽ പെട്ടെന്ന് സ്പീഡോടെ മമ്മി എന്റെ മുന്നിലേക്ക് പോയി. അപ്പം ഞാൻ ആ സ്വപ്നത്തിലാണ് എന്നെ കാണുന്നത്. അപ്പൊ ഞാൻ മമ്മീനെ കണ്ടു, അയ്യോ മമ്മി എന്നെ, അപ്പൊ ഞാൻ അതിനകത്ത് ആ സ്വപ്നത്തിൽ പറയോ, അയ്യോ മമ്മി എന്നെ കണ്ടിട്ട് എന്നെ കൊണ്ടുപോയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഈ കാറിന്റെ പുറകിൽ ഓടുന്നതായിട്ട് എന്നെ ദൈവാത്മാവ് കാണിച്ചു. എന്നെ കാണിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മുന്നിലേക്ക് പോയി. ഈ കാറ് പിന്നെ ഞാൻ കാണുന്നില്ല, മമ്മീനെ ഞാൻ പിന്നെ കാണുന്നില്ല. പക്ഷെ എന്റെ മുന്നില് ദൈവാത്മാവ്, ഞാൻ ചെന്നെത്തിയത് എന്റെ മുന്നിൽ ഒരു വഴി, റൈറ്റിലേക്ക് ഒരു വഴി, ലെഫ്റ്റിലേക്ക് ഒരു വഴി, ഈ 3 വഴി എന്റെ മുന്നിൽ കാണിച്ചിട്ട് ഞാൻ ഏത് വഴി എടുത്താൽ എന്റെ ഡെസ്റ്റിനേഷൻ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഏത് വഴി എടുക്കണം എന്ന് പറഞ്ഞ് എന്റെ 3 മുന്നിൽ നിൽക്കുന്ന 3 വഴീനെ കണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നതായിട്ട് ഒരു രംഗം ആ സ്വപ്നത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് അന്ന് ഫ്രൈഡേ രാവിലെ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കണ്ടിട്ട് എനിക്ക് അപ്പം ഈ സ്വപ്നം എന്താണെന്ന് പിടികിട്ടുന്നില്ല. പരിശുദ്ധാത്മാവ് ഇത് കാണിച്ചെന്ന് മാത്രം എന്റെ അന്തരാത്മാവിൽ എനിക്കൊരു ബോധ്യം ദൈവാത്മാവ് തന്നു. അപ്പം ഇത് എന്തുകൊണ്ടാണ് എന്നെ കഴിച്ച്, ഞാൻ 9ാം ക്ലാസ്സിൽ കയറിയതേ ഉള്ളൂ. അപ്പം ഞാൻ മമ്മിയോട് ഇത് ഇങ്ങനെ പറഞ്ഞു, മമ്മി ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്നാണ്. അപ്പൊ മമ്മിയോടും എന്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു. അപ്പൊ അവരെല്ലാം നീ പ്രാർത്ഥിക്ക് എന്ന് മാത്രം എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് ഫ്രൈഡേ സാറ്റർഡേ ആണല്ലോ കുവൈറ്റിലെ ആരാധന, അവിടെ സഭായോഗം നടക്കുന്ന ഫ്രൈഡേ ആയതുകൊണ്ട് ഫ്രൈഡേ ഞാൻ ആരാധനയ്ക്ക് കടന്നുപോയി. അന്ന് ഫ്രൈഡേ ഞാൻ ആരാധനയ്ക്ക് കടന്നുപോയപ്പോൾ ഞാൻ ഈ സ്വപ്നം എന്റെ തലയിലുണ്ട്. അപ്പൊ ഐ വാസ് ലൈക്ക് റിയലി കൺഫ്യൂസ് ചെയ്ത്, എന്നാ സ്വപ്നം എന്ന് അറിയത്തില്ല, എനിക്ക് വിവേചിക്കാനും കഴിയുന്നില്ല. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ പാസ്റ്റർ അവിടുത്തെ ദേവദാസൻ സങ്കീർത്തനം വായിക്കാൻ തുടങ്ങി. അപ്പൊ സങ്കീർത്തനം വായിച്ചപ്പോൾ സങ്കീർത്തനം 32 വായിച്ചത്. എനിക്കറിയാം ഇറ്റ് ഇസ് നോട്ട് എ കോയിൻസിഡൻസ്, എന്നോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് സംസാരിച്ചാന്ന് എനിക്ക് മനസ്സിലായി. സങ്കീർത്തനം 32-ന്റെ 8-ാം വാക്യം പറയുന്നു, നീ പോകേണ്ട വഴി ഞാൻ ഉപദേശിച്ചു തരും, നിനക്ക് ഞാൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുമെന്നുള്ള വാക്യം, അന്ന് ആ അത്രയും വാക്യം വായിച്ചിട്ട് എനിക്ക് ഒന്നും ടച്ചായില്ല. പക്ഷെ ഈ ഒരു വാക്യം എന്നെ ഉടക്കി. എന്റെ കണ്ണ് അതിൽ നിന്ന് മാറത്തില്ലായിരുന്നു, എന്നെ ഒടക്കി. അതിനകത്ത് എന്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. ജീവിതത്തിൽ അന്ന് ആദ്യമായിട്ടാണ് വചനം എന്റെ ഉള്ളിൽ പ്രകാശിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഈ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഈ വചനം നിന്റെ ജീവിതത്തിന്റെ കുറിവാക്യമാണിത്, നിന്റെ ജീവിതത്തിന്റെ കുറിവാക്യമായിട്ട് എടുക്കണം എന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് 1 വർഷം പ്രാർത്ഥിക്കാൻ ഞാൻ സത്യം പറഞ്ഞ ഒരു മന്ദബുദ്ധിയെ പോലെ പ്രാർത്ഥിക്കുക. കാരണം എനിക്ക് ഇതിന്റെ മുന്നിലുള്ള എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ആത്മഹത്യ കയറിയതുള്ളൂ. അപ്പൊ ഇതിന്റെ ഒന്നും കാര്യം എനിക്ക് അറിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ അപ്പൊ 10ാം ക്ലാസ്സിലേക്ക് കയറുകയാണ്. അപ്പൊ 10ാം ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ CBSE പഠിക്കുന്ന പിള്ളേരായതുകൊണ്ട് CBSEയിൽ നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് 11th 12th ഏത് സബ്ജക്ട് എടുക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ അടുത്ത ഒരു ചോദ്യം. അപ്പം സയൻസ് സ്ട്രീം എടുക്കണോ അതോ കൊമേഴ്സ് സ്ട്രീം എടുക്കണോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ നിൽക്കുമായിരുന്നു. അപ്പൊ എന്നോട് എല്ലാരും ചോദിക്കുമ്പോഴും എന്റെ വീട്ടുകാർ ചോദിക്കുമ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് മെഡിക്കൽ ഫീൽഡിനോട് താല്പര്യമേ ഇല്ല. കാരണം എന്റെ അമ്മ ഒരു നേഴ്സാണ്, കുവൈറ്റിൽ മമ്മി ജോലി ചെയ്യായിരുന്നു. അതുകൊണ്ട് മമ്മിയുടെ കഷ്ടപ്പാടും മമ്മിയുടെ ദുരിതവും ആസ് എ നേഴ്സ് ഞാൻ മമ്മീനെ കണ്ടിട്ടുണ്ട്, മമ്മി കടന്ന് അനുഭവിക്കുന്നത് മൊത്തവും. അതുകൊണ്ട് അതിനോടെ എനിക്ക് നിർത്തി. കാരണം മമ്മി വീട്ടിൽ കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് മമ്മി നഴ്സിംഗ് ഫീൽഡിലായതുകൊണ്ട് മമ്മി എത്രമാത്രം അനുഭവിച്ചു, എത്രത്തോളം ടെൻഷൻ എടുത്താണ് വന്നത്. അതുകൊണ്ട് മമ്മി എപ്പോഴും പറയുമായിരുന്നു, ദൈവഹിതം മാത്രം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ലൈക്ക് മമ്മി എപ്പോഴും ഞങ്ങളോട് രണ്ടുപേരോട്, എന്നോടും അച്ഛനോടും പറയും, നിങ്ങളോട് പറഞ്ഞ ഒരു സബ്ജക്ട് എടുക്കണ്ട, നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എന്താണോ നിങ്ങളുടെ തീരുമാനം എന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിന്റെ പപ്പയോ ഞാനോ ഒരിക്കലും നിങ്ങളുടെ തീരുമാനത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കൈ ഇടത്തില്ല. നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് മുൻപോട്ട് നീങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ലിറ്ററലി
ആ സ്വപ്നത്തിനകത്താണെങ്കിലും മമ്മി കാറിട്ട് ഓടിപ്പോകുന്നത് ലൈക്ക് അങ്ങ് മുന്നിലേക്ക് പോകുന്നതായിട്ട്. ബേസിക്കലി ആ സ്വപ്നവും ഇതുമായിട്ട് കണക്ട് ആകുമ്പോൾ ലിറ്ററലി ഈ ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ ഞാൻ ഏത് സബ്ജക്ട് എടുക്കണം എന്നുള്ള മധ്യത്തില് ഞാൻ കൺഫ്യൂസ്ഡ് ആയി ഇരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഞാൻ ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് ഈ സ്വപ്നം, ഞാൻ ഈ ഈ സ്വപ്നം എന്നെ ഓർമ്മിപ്പിച്ചിട്ട് പറഞ്ഞു, നൗ യു ആർ ഇൻ എ ക്രോസ് റോഡ്. നീ ഇപ്പോൾ ഏത് വഴി എടുക്കണം എന്നുള്ളത് ദൈവസ്ഥനിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് തീരുമാനിച്ചിട്ടേ നീ ഒരു സബ്ജക്ട് 10ാം ക്ലാസ്സിൽ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുമ്പോൾ പറയുമായിരുന്നു എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമല്ല, MBBS-ഉം നഴ്സിംഗും ഒഴിച്ചു നിർത്തി വേറെ എന്തും ഞാൻ എടുത്തോളാം, എനിക്ക് കൊമേഴ്സ് ഫീൽഡിനോടാണ് താല്പര്യം എന്ന് ഞാൻ ദൈവത്തോട് പോലും ഞാൻ പറഞ്ഞു. ദൈവം എനിക്ക് MBBS-ഉം വേണ്ട, നഴ്സിംഗും വേണ്ട, വേറെ എന്തും എന്നോട് പറഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് പോയിക്കോളാം, എന്തിനും ഞാൻ പോയിക്കോളാം, കൊമേഴ്സ് പറഞ്ഞാലും ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ ഇവൻ തോ ഞാൻ ദൈവാത്മാവിനോട് അങ്ങനെ പറഞ്ഞു തന്നാലും എന്റെ ഫുൾ വലിവ് കൊമേഴ്സിലേക്കായിരുന്നു. എനിക്ക് അപ്പോഴും മെഡിക്കലിനോട് താല്പര്യം ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, ദൈവസ്ഥനിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവസ്ഥനിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഡിസംബറിനുള്ളില് എനിക്ക് പേപ്പർ വന്നു. ഡിസംബറിനുള്ളില് നിങ്ങളുടെ സ്ട്രീം സെലക്ഷൻ, നിങ്ങൾ ഏതാണ് എടുക്കുന്നതെന്ന് ഉള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് പേപ്പർ എഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി എല്ലാരും കൈ ഒഴിഞ്ഞു, ആരും പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒബ്വിയസ്ലി ഇപ്പൊ ഞാനും ദൈവവും മാത്രമേ ഈ സിറ്റുവേഷനിൽ ഉള്ളൂ. അങ്ങനെ ഞാനും ദൈവവുമായിട്ട് ദൈവസ്ഥനിൽ ഇരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം ഞാൻ ഏത് സബ്ജക്ട് എടുക്കണം എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാൽ ദൈവഹിതം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് സമ്പൂർണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ദൈവകൃപ എനിക്ക് ദൈവം ഇനി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കുറെ മാസങ്ങള്, ഒരു ഒക്ടോബർ, ഇതെല്ലാം ഈ ഒക്ടോബർ നവംബർ സമയത്താണ് നടക്കുന്നത്, കാരണം ഡിസംബറിലാണ് എനിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഒക്ടോബർ നവംബർ ഒരു ദിവസം ഞാൻ ഒരു സാറ്റർഡേ, ആരും വീട്ടിലില്ല, മമ്മിയില്ല, പപ്പയില്ല, അച്ഛനില്ല, ആരും ഇല്ല. അച്ഛൻ അപ്പോഴത്തേക്ക് കാനഡയിൽ കടന്നുപോയി പഠനത്തോടുള്ള ബന്ധത്തില്. അപ്പം ഞാന് അവിടെ ഇരുന്നപ്പോൾ എന്നോട് ഞാൻ പ്രാർത്ഥിച്ച ദൈവത്തോട്, ദൈവമേ, രാവിലെ സമയമായിരുന്നു പ്രാർത്ഥിച്ചത്, പഠിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് ഇച്ചിരി നേരം ദൈവസ്ഥനിൽ ഇരുന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് ടൈം അടുത്തോണ്ട് വന്നുകൊണ്ടിരിക്കുക, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, അവസാന നിമിഷം പെട്ടുപോകാൻ പാടില്ല, അതുകൊണ്ട് എനിക്ക് ഒരു സബ്ജക്ട് വേണം. പക്ഷെ ഞാൻ ദൃഢമായിട്ടൊരു തീരുമാനം എടുത്തു, ദൈവശബ്ദം കേൾക്കാതെ ഞാൻ ഒരു സ്റ്റെപ്പ് എടുക്കത്തില്ല എന്ന് ദൃഢമായിട്ട് ദൈവസ്ഥനിൽ ഞാൻ തീരുമാനിച്ച ഒരു ഫേം ഫൗണ്ടേഷൻ ദൈവസ്ഥനിൽ ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് ആ ഫേം ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് മാറി ഇച്ചിരി ഇരുന്നപ്പോഴത്തേക്ക്, ഒരു രാവിലെ ആയിരുന്നു, ഞാൻ വചനമൊക്കെ വായിച്ചപ്പോൾ മാറി പഠിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പയ്യെ ശാന്തമായിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ശാന്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്തു കൊമേഴ്സ് പറയുമായിരിക്കും എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ ഞാൻ ഇരുന്നു. പക്ഷേ ദൈവഹിതം നേരെ പ്ലേറ്റ് മറിച്ചായിരുന്നു. ദൈവാത്മാവ് പറഞ്ഞു, നീ സയൻസ് സ്ട്രീം എടുക്കണം എന്നുള്ളത് ദൈവാത്മാവ് എന്നോട് വെളിപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ എനിക്കുണ്ടായ, ഞാൻ സിറ്റിംഗ് റൂമിലാണ്, ഹാളിലാണ് ഇരുന്നത്. അപ്പം AC-യും ഫാനും എല്ലാം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും ഞാൻ വേർത്ത് കുളിച്ചു, കാരണം ഞാൻ അതുപോലെ പേടിച്ചു പോയി. കാരണം എനിക്ക് സയൻസിനോട് ഒരു ഇഷ്ടവും ഇല്ല. ഫിസിക്സ് എനിക്ക് ഭയങ്കര പാടാണ്. ഫിസിക്സ് ഞാൻ എപ്പോഴും ജസ്റ്റ് പാസ്സായി പോകുന്ന ഒരു സബ്ജക്ട് ഉണ്ടെങ്കിൽ ഫിസിക്സ് ആണ്. അതുപോലെ ഞാനും ഫിസിക്സുമായിട്ട് ഭയങ്കര ഒരു എനിമിറ്റി ആയിരുന്നു, പഠിക്കത്തേ ഇല്ല ഞാൻ ഫിസിക്സ്. അപ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഈ സയൻസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാനപ്പോ ദൈവത്തോട് പറയാൻ തുടങ്ങി, ദൈവമേ, എന്നെ കൊണ്ട് ഇത് കഴിയത്തില്ല, ഇതെന്തോ പരിപാടി. ഞാൻ കൊമേഴ്സിനും കൂടെ ചോദിച്ചായിരുന്നു, പക്ഷെ ഇത് എനിക്ക് പറ്റത്തില്ല സയൻസ് എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് വ്യാകുലപ്പെടാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഒന്ന് ശാന്തമാകും, ഞാൻ നിന്നോട് സംസാരിക്കാം. എന്നോട് ദൈവാത്മാവ്, കാം യുവർ സെൽഫ് ഡൗൺ, ലെറ്റ് മീ സ്പീക്ക് ടു യു, ഞാൻ നിന്നോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ശാന്തമാക്കി. ആ ഒരു ശബ്ദം, ദൈവമക്കളെ, ഞാൻ സത്യം പറയാലോ, ജീവിതത്തിൽ ഒരിക്കലും കേൾക്കാത്ത ഒരു സമാധാനത്തിന്റെ ഒരു വാക്കായിരുന്നു. എന്നെ കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകാന്ന് പറഞ്ഞ പോലെ ഒറ്റ വാക്കിൽ അത് അടങ്ങിയതുപോലെ എന്റെ ആ ടെൻഷനെ ഞാൻ ഭയങ്കരമായിട്ട് അടച്ച് ആ ഒരു ഇതില് അതങ്ങ് ഭയങ്കര ആ ശബ്ദത്തിന്റെ മധ്യത്തില് ഭയങ്കരമായിട്ട് ശാന്തമായിട്ട് എന്നോട് പരിശുദ്ധാത്മാവ് ഒരു വിഷൻ കാണിച്ചു. എന്നോട് പറഞ്ഞു, എന്നെ കാണിച്ചൊരു വിഷൻ തന്നെ ഇത്രേ ഉള്ളൂ. ഒരു ഓഷൻ എന്നെ കാണിച്ചു, ഒരു സീ പോലെ സമുദ്രം എന്നെ മുന്നിൽ കാണിച്ചിട്ട് എന്നെ അതിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ നിന്നോട് ഇപ്പൊ ഇറങ്ങാൻ പറഞ്ഞാൽ വെതർ ഇസ് കാം, വെതർ എല്ലാം ഓക്കെയാണ്, ക്ലൈമറ്റ് ഒക്കെ എല്ലാം ഓക്കെയാണ്,
അപ്പൊ നിന്നോട് ഞാൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ, നടക്കാൻ പറഞ്ഞാൽ നീ ഒരുപക്ഷെ ചെയ്യും. കാരണം എല്ലാം പ്രതിസന്ധിയില്ല, പ്രയാസമില്ല, ഒന്നുമില്ല, നീ പോകും. പക്ഷേ പക്ഷെ പ്രതിസന്ധിയും പ്രയാസവും കാറ്റും കോളും തിരമാലയും എല്ലാം നിനക്ക് എതിരെ വീശുമ്പോഴും അതിന്റെ മധ്യത്തിൽ നിന്നോട് ഇറങ്ങാൻ നിന്നോട് പറഞ്ഞാൽ എന്റെ ചോദ്യം, നീ ഇറങ്ങുമോ ഇല്ലയോ എന്നാണ്. അപ്പോൾ ഞാനപ്പോ ഓർത്ത് നോക്കിയ എന്റെ വിശ്വാസം കാണിക്കുന്നത്. അപ്പം ഞാൻ ഇറങ്ങാൻ കർത്താവേ എന്ന് ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു. അപ്പൊ ദൈവാത്മാവ് ഒറ്റ ഒരു ഉത്തരം പറഞ്ഞിട്ട് അവിടെ ആ കോൺവെർസേഷൻ എൻഡായി. എന്നോട് കർത്താവ് പറഞ്ഞു, എന്നാൽ നീ ഇറങ്ങിക്കോളാൻ എന്നോട്. ആ ഒരു ഇറങ്ങിക്കോളാൻ പറഞ്ഞപ്പോ ഞാന് ശരിക്കും ഓർത്തു, പക്ഷെ പറയണ്ടായിരുന്നു ആൻസർ, അല്ലെങ്കിൽ ഇപ്പൊ എന്നോട് ഇറങ്ങാൻ പറയത്തില്ലായിരുന്നു. പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് എനിക്ക് ആ വിഷന്റെ മീനിങ് എനിക്ക് മനസ്സിലാക്കി തന്നത്, കാറ്റും കോളും തിരമാലയും നിന്റെ ജീവിതത്തിന്റെ മേൽ ആഞ്ഞു വീശിയാലും ആ വെള്ളത്തിന്റെ മീതെ സമുദ്രത്തിന് ഒരു ലിമിറ്റും ഇല്ല. എവിടെയാ പോയി അത് അവസാനിക്കുന്നതെന്ന് നിനക്കറിയത്തില്ല. അതിന്റെ മധ്യത്തിലും നിന്നോട് ഞാൻ ഇറങ്ങാൻ പറഞ്ഞാൽ നിന്റെ വലം കൈ പിടിച്ച് നിന്നെ എത്തിക്കേണ്ട തുറമുഖത്ത് എത്തിക്കാൻ ഞാൻ ശക്തനായ ഒരു ദൈവമാണെന്ന് ഒരു ദൈവശബ്ദം അന്ന് എന്റെ കാതുകളിൽ ദൈവാത്മാവ് മുഴക്കാൻ തുടങ്ങി. അന്ന് ഞാൻ ദൈവത്തിന്റെ ആ ഒരു പദ്ധതിക്ക് എന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുത്തിട്ട് ആ പേപ്പർ എന്റെ കൈ കിട്ടിയിട്ട് ഞാൻ ഉടനടി തന്നെ, ഞാൻ ഒന്നും കണ്ണടച്ച് തന്നെ ഞാൻ ബയോ ഇൻഫോർമാറ്റിക്സ് ആദ്യമേ കൊടുത്തു, ബയോ മാത്തമാറ്റിക്സും കൊടുത്തു, കൊമേഴ്സ് ഇൻഫോയും കൊടുത്തിട്ട് ഞാൻ ഓപ്ഷൻ അവർക്ക് കൊടുത്തു. അങ്ങനെ ഒരു ജനുവരി ഫെബ്രുവരി ആയപ്പോൾ എനിക്ക് റിസൾട്ട് ഞങ്ങളുടെ കയ്യിൽ വന്നപ്പോൾ എനിക്ക് ബയോ ഇൻഫോർമാറ്റിക്സ് ആണ് തന്നത്. അന്ന് ആ ദൈവശബ്ദം കേട്ട് ആണ് ഞാൻ അതിൽ ആ മൂന്ന് വഴി കാണിച്ചാൽ ഒരു വഴി ഞാൻ എടുത്തതിനാണ് ദൈവമക്കളെ ഇന്ന് ഞാൻ മംഗലാപുരത്തിന്റെ ദേശത്ത് ആ ദൈവശബ്ദം കേട്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഈ മംഗലാപുരത്തിന്റെ ദേശത്തേക്ക് ഞാൻ കടന്നു വന്നത്. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് കയറി, ബോർഡ് എക്സാം തുടങ്ങി. ബോർഡ് എക്സാമിന്റെ പ്രിപ്പറേഷൻ ആണ് 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ. അപ്പം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. 11th ഒക്കെ ആ സമയത്ത് കോവിഡും കൂടെ വന്നു ലൈഫിലേക്ക്, പെട്ടെന്ന് കോവിഡിലേക്കൊക്കെ കയറി വന്നു. അപ്പോൾ ഫിസിക്സ് ഒക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു പഠിക്കാൻ. പക്ഷെ ഞാൻ സത്യം പറയാലോ ദൈവമക്കളെ, വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറുകയില്ല എന്ന് ജീവിതത്തിൽ ഒന്നും കൂടെ ആ സമയങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞു. ആ സമയത്ത് ഫിസിക്സിന് ഞാൻ ഏറ്റവും പുറകിലായിരുന്നു. ഞാൻ ട്യൂഷനും പോകത്തില്ലായിരുന്നു, ഒന്നിനും പോകത്തില്ലായിരുന്നു. ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ഞാൻ ദൈവത്തോട് പറയുന്നത്, നീ എന്നെ പഠിപ്പിക്കണേ, എനിക്കറിയത്തില്ല, എനിക്കിതിനകത്ത് ബുദ്ധിയൊന്നുമില്ല, നീ എന്നെ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞ് ആ 11th ക്ലാസ് ഞാൻ പാസ്സായത് ഏറ്റവും ഉന്നതമായ മാർക്കോടെയാണ്. ഫിസിക്സിന് ഞാൻ പാസ്സായിട്ടാണ് ഇറങ്ങിയത്. മറ്റെല്ലാ സബ്ജക്ട്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാല് ആ ദൈവിക ആശ്രയം എന്താണെന്ന്, ദൈവത്തിൽ ആശ്രയിക്കുന്നവര് ഒരു നാളും ഉലുങ്ങിപ്പോകുവാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല എന്നുള്ള ജീവിതത്തിൽ രുചിച്ചറിയാൻ ദൈവം സഹായിച്ചു. അങ്ങനെ 11ഉം 12ാം ക്ലാസ്സിലേക്കൊക്കെ കയറി. 11ാം ക്ലാസ് ആയപ്പോഴേക്കാണ് എനിക്ക് 10ാം ക്ലാസ്സിലുണ്ടായ അനുഭവമാണ് ദൈവത്തോട് ചോദിച്ചു. കാരണം ഒരു മാനുഷിക ശബ്ദമോ എന്റെ ഇഷ്ടം ഞാൻ മാറ്റി വെച്ചിട്ടാണ് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി. എനിക്ക് ഇഷ്ടമല്ലായിരുന്നിട്ട് പോലും ഞാൻ ദൈവ ശബ്ദത്തിന് വേണ്ടി വില കൊടുത്ത് ഞാൻ ഈ സബ്ജക്ട് എടുത്തു കയറിയത്. അതുകൊണ്ട് എനിക്കറിയാം ഒരു മാനുഷിക ശബ്ദമല്ല ഇതിനകത്ത് ഇനിയും വെളിപ്പെടേണ്ടത്, ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ എന്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടണം. അതുകൊണ്ട് അന്ന് ഞാൻ 1 വർഷത്തോളം ഇരുന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എനിക്കറിയാം 12ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിലേക്ക് കയറുമ്പോഴും അതിന്റെ അപ്പുറമായ ടൈം ഞാൻ ഇരിക്കൂന്ന് എനിക്കറിയാം. അങ്ങനെ 11ാം ക്ലാസ്സിന്റെ അവസാനമായപ്പോൾ ഒരു ഡിസംബർ മാസത്തില് ഞാൻ ദൈവസന്നിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 12 കഴിഞ്ഞിട്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ 11th ക്ലാസ്സിലാണ്, കോവിഡിന്റെ സമയത്താണ് ദൈവിക കൃപാവരങ്ങളാൽ ദൈവാത്മാവ് ആ ഏകാന്തരുടെ മധ്യത്തില് ശുശ്രൂഷ അപ്പോഴും ഞാൻ ചെയ്തില്ലായിരുന്നു. ദൈവിക കൃപാവരങ്ങളാൽ പരിശുദ്ധങ്ങളുടെ അഭിഷേകത്താൽ വീണ്ടും എന്നെ ദൈവം നിറച്ചു. അന്ന് ശുശ്രൂഷയിലേക്ക് എന്നെ ദൈവം ഇറക്കിയില്ല. അപ്പം എന്റെ മേലുള്ള ദൈവിക വിളി ഇങ്ങനെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഈ ദൈവിക കൃപാവരം എന്റെ കൈ തന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിൽ കൂടെ ദൈവത്തിന്റെ മഹത്വം എന്നിൽ കൂടെ വെളിപ്പെടാനുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് ദൈവം നമുക്ക് തരുമ്പോൾ ദൈവമക്കളെ ഒരിക്കലും ചിന്തിക്കരുത്, അത് വെറുതെ തരുന്നതല്ല, ദൈവത്തിന് അതിൽ കൂടെ ഒരു പദ്ധതി നമ്മളിൽ കൂടെ വെളിപ്പെടുത്താനുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് MBBS നഴ്സിംഗ് ഞാൻ എടുക്കത്തില്ല എന്ന് ഞാൻ ദൈവത്തോട് പറയുണ്ടായി.
അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 12ാം ക്ലാസ്സിലേക്ക് ഞാൻ കയറി. 12ാം ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ ഞാൻ വഴി തുറക്കാൻ വേണ്ടി ഏത് കോഴ്സ്, ഇനി അടുത്തതാണല്ലോ നമുക്ക് ഹയർ എഡ്യൂക്കേഷനിലേക്ക് ഇനി ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സത്യം പറയാലോ 1.5 വർഷത്തോളം എന്നെ ദൈവം ഒരു വെയിറ്റിംഗ് സീസണിൽ ദൈവം എന്നെ ഇട്ടു. അതായത് ഭയങ്കര ഒരു വല്ലാത്തൊരു വെയിറ്റിംഗ് പീരീഡ്. അതായത് ഞാൻ ദൈവത്തോട് എല്ലാ ദിവസവും ചോദിക്കും ഞാൻ ഏത് കോഴ്സ് എടുക്കണം എന്ന്. ഒരനക്കവും അവിടെ നിന്ന് ഞാൻ കേൾക്കാറില്ലായിരുന്നു. ഞാൻ ദൈവത്തോട് പറയും ഞാൻ ഏത് വഴി എടുക്കണം, ഞാൻ ഏത് കോഴ്സ് എടുക്കണം, അറ്റ്ലീസ്റ്റ് ഒരു കോളേജിന്റെ ഒരു ഹിന്റെങ്കിലും തന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ ഞാൻ ദൈവത്തിൽ പറയുമായിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്തതിന്റെ വിധത്തിൽ 1 വർഷത്തോളം എന്നെ ദൈവം വെയിറ്റിംഗ് പീരീഡിൽ ദൈവം ഇട്ടു. ആ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു, എനിക്ക് ഭയങ്കര ദേഷ്യവും, എനിക്ക് പേഷ്യൻസ് എന്ന് പറയുന്ന ഒന്നും എനിക്ക് അതിൽ കൂടെ ഇല്ലായിരുന്നു. ഞാൻ ദൈവത്തോട് എപ്പോഴും പറയും ദൈവമേ എന്താ വെളിപ്പെടുത്താത്ത എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴും എന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്ന ഒറ്റ വചനമായിരുന്നു, അറ്റ് ദ റൈറ്റ് ടൈം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും, തക്ക സമയമാകുമ്പോൾ ഞാൻ നിനക്ക് വഴി തുറക്കും. ഇത് മാത്രമേ എന്നോട് പറയുന്നുള്ളൂ. അപ്പൊ എന്റെ മുന്നിൽ വഴി കാണുന്നില്ല, എന്റെ മുന്നിൽ ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ദൈവമക്കളെ എനിക്ക് കൂടുതൽ ഫ്രസ്ട്രേഷൻ വന്നത്, കൂടുതൽ പ്രതിസന്ധി എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പഠനവേളയിൽ ഞാൻ നേരിടാൻ തുടങ്ങി. ഐ വാസ് നോട്ട് ഇറ്റ് സ്റ്റിൽ, ഞാൻ സ്റ്റില്ലേ അല്ലായിരുന്നു, ഞാൻ സമാധാനം കെട്ടിക്കിടക്കുമായിരുന്നു. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ, അപ്പൊ ഉള്ള ഒരു സമാധാനം ഉള്ളായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതങ്ങ് കെട്ടുപോയിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം ഞാന് ദൈവസ്ഥലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ഒരു പ്രയർ മീറ്റിംഗ്, അപ്പൊ ഞാന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും എന്നോട് ദൈവം ഒന്നും സംസാരിച്ചില്ല. 12ാം ക്ലാസ്സിന്റെ പകുതിയായപ്പോൾ, അതായത് നാട്ടുകാരും വീട്ടുകാരും എല്ലാരും സഭക്കാരും എല്ലാരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, നീ ഏത് കോഴ്സാ എടുക്കുന്നത്, നീ എങ്ങോട്ടേക്കാ പോകുന്നത്, ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത്, എല്ലാരും എന്നോട് ചോദിക്കുമ്പോൾ മനുഷ്യരോട് പറയണല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം ഞാൻ പറഞ്ഞു ഫിസിയോതെറാപ്പി. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകും എന്ന് മാത്രം എന്റെ വായിന്ന് ആ കോഴ്സ് മാത്രം വരുമായിരുന്നു. അപ്പൊ എന്റെ മമ്മി എന്നോട് ചോദിക്കും ഈ ഫിസിയോതെറാപ്പിക്കാണോ പോകുന്നത്, നിന്നോട് ദൈവാത്മാവ് വെളിപ്പെടുത്തിയോ എന്ന് ചോദിക്കുമ്പോ ഞാൻ പറയാം അല്ല, മനുഷ്യരോട് പറയണല്ലോ അതുകൊണ്ട് മാത്രം പറയാം, അല്ലാതെ ഇതുവരെയായിട്ടും ഒരു ദൈവശബ്ദം ഞാൻ കേട്ടിട്ടില്ല ഇതിനകത്ത്. എന്നാലും മമ്മിക്ക് അപ്പൊ ചെറിയ ചെറിയ ടെൻഷൻ തുടങ്ങാൻ തുടങ്ങി. കാരണം 12ാം ക്ലാസ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു, ഏപ്രിൽ മെയ് ടൈം ആയി. അതായത് അഡ്മിഷൻ പ്രോസസ് എല്ലാத்தைയും തുടങ്ങി അവസാനിക്കാറായി. അപ്പോഴും ഞാൻ ഒരു ദൈവശബ്ദം കേട്ടില്ല. അപ്പൊ ഞാൻ ഓർത്ത്, ഞാൻ ചോദിച്ചത് ദൈവത്തോട് തെറ്റായി കാണും. ഞാൻ ഭയങ്കരമായിട്ട് ഹോപ്പ്ലെസ് ആവാൻ തുടങ്ങി. ഞാൻ എല്ലാരോടും പറയുമ്പോൾ എല്ലാവർക്കും, എന്റെ ഫ്രണ്ട്സും എന്റെ എല്ലാവർക്കും അവർക്കൊക്കെ ഒരു ഉത്തരവുണ്ട് പറയാൻ, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നത്, ഞാൻ ഇന്ന കോഴ്സിനാ പോകുന്നത്, എല്ലാവർക്കും പറയാൻ ഒരു ഉത്തരവ് ഉണ്ടാകുമ്പോൾ ഞാൻ മാത്രം അവിടെ ഒരു ഉത്തരവില്ലാതെ ഞാൻ ഫിസിയോതെറാപ്പിക്കാണ് പോകുന്നതെന്നുള്ളത് മാത്രം ഞാൻ അവിടെ പറഞ്ഞു തീർക്കുമായിരുന്നു. അപ്പോഴും എന്റെ ഉള്ളിൽ ഞാൻ കിടന്ന് നിരങ്ങി ഭയങ്കരമായിട്ട് തീ കൊള്ളുമായിരുന്നു. ദൈവമേ, എനിക്ക് എല്ലായിടത്തും അഡ്മിഷൻ ക്ലോസ് ആവുക, ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുവോ ഇല്ലയോ എന്താണെന്നറിയത്തില്ല. പക്ഷെ ദൈവമക്കളെ, ഞാൻ ഒരു തീരുമാനം ആ സമയത്ത് ദൈവസ്ഥലിൽ ഞാൻ എടുത്തു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ, ഒരു മാനുഷിക ശബ്ദമോ ഒരു ആരുടെയും ശബ്ദം കേൾക്കാതെ, ദൈവശബ്ദം കേൾക്കാതെ എന്റെ 1 വർഷം ഞാൻ ബാക്കായി പോയെന്ന് പറഞ്ഞാൽ ശരി, ഈ ശബ്ദം കേൾക്കാതെ എന്റെ മുന്നിൽ ഞാൻ ഒരു സ്റ്റെപ്പ് എടുക്കത്തില്ല എന്ന് ഞാൻ ദൈവസ്ഥലില് ഞാൻ തീരുമാനിച്ചു. അതിനിപ്പം 1 വർഷം ഞാൻ പുറകോട്ടായെന്ന് പറഞ്ഞാൽ, ബാക്ക് അടിച്ച് 1 വർഷം ബാക്ക് അടിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അതിന് പോലും ത്യാഗം സഹിക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ ആയപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്റെ ഫോണിന് എന്തോ ഇച്ചിരി ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഒരു കടയിൽ പോയി. അപ്പോ കടയിൽ പോയപ്പോ എന്റെ അപ്പുറത്ത് നിന്നത് ലൈക്ക് ഞാൻ ഇപ്പൊ പഠിക്കുന്ന കോളേജ് എന്ന് പറഞ്ഞാൽ കസ്തൂർബ മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിലാണ്, KMC-യിലാണ് ഞാൻ പഠിക്കുന്നത്. ഈ KMC പഠിക്കുന്ന ഒരു സീനിയർ ആയിരുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോ അത് എന്റെ ഒരു സീനിയർ ആയിരുന്നു. എന്റെ അപ്പുറത്ത്, ആ മൊബൈൽ കടയുടെ അപ്പുറത്ത് നിൽക്കുക. അപ്പം ഞാനപ്പോ എന്റെ ഫോണും പിടിച്ചോണ്ട് ഞാൻ ഇങ്ങനെ നിന്നപ്പോ ഞാൻ ആ സർട്ടിഫിക്കറ്റ്, എന്റെ കണ്ണ് അങ്ങോട്ട് പോയപ്പോ ആ സർട്ടിഫിക്കറ്റ് ഇവിടെ ഇപ്പൊ ഞാൻ പഠിക്കുന്ന കോളേജിന്റെ സർട്ടിഫിക്കറ്റ്. അപ്പൊ ഞാൻ ഈ കോളേജിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കാരണം എന്റെ കസിൻ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഇവിടെയാണ് ജോലി ചെയ്യുന്നത്, ഫിസിയോതെറാപ്പിക്ക് ഇവിടെയായിരുന്നു PhD എടുത്തത്. അതുകൊണ്ട് എനിക്കറിയാം ഈ കോളേജിനെ കുറിച്ച്. പക്ഷെ ഈ കോളേജിനെ കുറിച്ച് എനിക്ക് അറിയുകയും ചെയ്യാം, ലൈക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്, അഡ്മിഷൻ കിട്ടിപ്പോകാൻ ഭയങ്കര പാടാണ്. ഭയങ്കര പഠിക്കുന്ന പിള്ളേർക്ക് മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ. അതുപോലെ ഫൈനാൻഷ്യലി ഭയങ്കര ഹൈയും ആണ് ഇവിടെ കയറാൻ. അപ്പൊ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് കാണുകയും ഞാൻ ഒരു കാര്യം എന്റെ ഉള്ളില് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഒന്നും കിട്ടത്തില്ല,
KMC കസ്തൂർബയിലൊന്നും എനിക്ക് കിട്ടത്തില്ല, എനിക്ക് അതിന് യോഗ്യത, എനിക്ക് അതിനുള്ള മാർക്ക് പോലും ഇല്ല, എനിക്ക് ഇവിടെ ചെന്ന് പറ്റാൻ ഞാൻ എന്നെ തന്നെ മുൻപിരിച്ച് ഞാൻ അവിടെ തള്ളിക്കളഞ്ഞിട്ട് ഞാൻ ഈ ഇത് കണ്ടിട്ട് ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സമയത്ത് പപ്പയുടെ ബ്രദറിന്റെ മോന്റെ കല്യാണമായിരുന്നു. അവിടെയും പെട്ടെന്ന് നിനക്കാത്ത നാഴികയിൽ പെട്ടെന്ന് ഒരു ലീവ് മമ്മിക്ക് കയറി വരിക, ഞങ്ങള് എല്ലാരും കൂടെ നാട്ടിൽ പോയി. അപ്പൊ എന്റെ ബോർഡ് എക്സാമിന്റെ സ്റ്റഡി ലീവിനാണ് ഞാൻ കല്യാണം അറ്റൻഡ് ചെയ്യാനും കൂടെ ഇടയ്ക്ക് പോയി. അപ്പോ സ്റ്റഡി ലീവിനോടൊരു ബന്ധത്തിൽ ഞാൻ നാട്ടിൽ പോയപ്പോ ഞാൻ കയറുന്നതിന് മുമ്പ് എപ്പോഴും ദൈവമക്കളെ ഞാൻ സത്യം പറയില്ല, എന്റെ വീടിന്റെ പടി ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഏത് പ്രൊക്ലമേഷൻ ഏത് ഡിക്ലറേഷൻ ഞാൻ ചെയ്തിട്ടുണ്ടോ അത് അച്ചട്ടായിട്ട് ദൈവാത്മാവ് എനിക്ക് അതുപോലെ നിവൃത്തീകരിച്ച് തരുമായിരുന്നു. അങ്ങനെ ഞാൻ ആ പടി ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ സത്യം പറഞ്ഞ ദേവസ്ഥലിരുന്ന് പ്രാർത്ഥിക്കുകയോ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയോ ഒന്നും ഞാൻ ചെയ്തില്ല. എന്റെ ഹൃദയത്തിൽ ഒരു നിരക്കം പോലെ, ചെറിയ നിരക്കം പോലെ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി 2 മാസം കൂടെ ഉള്ളൂ, ഏത് കോളേജ് ആണെന്നെങ്കിലും ഒരു കിറ്റ് ഞാൻ നാട്ടിൽ പോകുമ്പോ എനിക്ക് തരുവോ എന്ന് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ദൈവത്തോട് ചോദിച്ചു. ഞാൻ അങ്ങനെ നാട്ടിൽ പോയി. ഞാൻ ചോദിച്ചു, ഞാൻ മറന്നു, അതായിരുന്നു എന്റെ ഇത്. ഞാൻ ചോദിച്ചു, ഞാൻ അവിടെ ക്ലോസ് ചെയ്തു അത്. ഞാൻ അങ്ങനെ നാട്ടിലേക്ക് കടന്നുപോയി. അതിന്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് 5 അബ്രോഡ് കൺട്രീസിൽ നിന്ന് എനിക്ക് വിത്ത് സ്കോളർഷിപ്പോടെ തന്നെ എനിക്ക് മെഡിക്കൽ പ്രൊഫഷണൽ തന്നെ വിത്ത് സ്കോളർഷിപ്പോടെ 4 അബ്രോഡ് രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ ഒക്കെ കിട്ടാൻ തുടങ്ങി. കയറാൻ വേണ്ടി ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്താൽ എന്നെ അവർ കയറ്റും, അവർ കൊണ്ടുപോകും, ഏജൻസി ത്രൂ എന്നെ കൊണ്ടുപോകും എന്നുള്ളത് എനിക്ക് കിട്ടി. പക്ഷേ ഇത് ഞാൻ കണ്ടപ്പോൾ ഒരിക്കലും എനിക്കറിയാം, ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെ കണ്ടാൽ അവരത് എടുത്ത് അവര് പ്രൊസീജിയർ മുന്നിലേക്ക് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ ഞാന് ഇത് കണ്ടിട്ട് ഞാൻ ഒറ്റ നോട്ടത്തിൽ ഈ ഓഫർ ലെറ്ററിനെ എല്ലാം കണ്ടിട്ട് ഞാൻ റിജക്ട് ചെയ്തു. അപ്പൊ തന്നെ ഞാൻ റിജക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ദൈവശബ്ദം കേട്ടിട്ടില്ല, ഇത് ദൈവഹിതമല്ല, ഞാൻ ഇതിനെ റിജക്ട് ചെയ്ത് കളയുമെന്ന് പറഞ്ഞിട്ട് 5 അബ്രോഡ് കൺട്രീസിന്റെ അഡ്മിഷൻ ലെറ്റർ ഞാൻ അതുപോലെ റിജക്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഞാൻ ദൈവശബ്ദം കേട്ടിട്ടില്ല, ഞാൻ അത് കേട്ടിട്ടേ ഇറങ്ങത്തുള്ളൂ എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടെ ഇരുന്നോണ്ട് അങ്ങനെ ഞാൻ നാട്ടിലേക്ക് കടന്നുപോയി. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് കടന്നുപോയപ്പോൾ ഈ കസ്തൂർബയില് ഞാൻ ഈ പഠിക്കുന്ന KMCയില് ഞാൻ പറഞ്ഞ എന്റെ കസിൻ സിസ്റ്ററിന്റെ ഹസ്ബൻഡും, ഞാൻ പ്രതീക്ഷിച്ചില്ല അച്ഛൻ വരുമെന്ന്, അച്ഛനും ആ കല്യാണത്തിനുണ്ടായി. അപ്പോ ഞാൻ അച്ഛൻ്റെ അടുത്ത് അത്രയും ഞാൻ മിണ്ടിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നെ പെട്ടെന്ന് കണ്ടപ്പോ എന്നോട് പെട്ടെന്ന് ചോദിച്ചു, ജെമി നീ ഇപ്പൊ 12ാം ക്ലാസ്സിലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ബോർഡ് എക്സാമിന് റെഡി ആയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോ എന്നെ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് നോക്കി. അപ്പൊ ഞാനപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഓർത്ത്, എന്താ ഇങ്ങനെ നോക്കുന്നേ? അപ്പൊ എന്നോട് ചോദിച്ചു, ഓക്കെ അപ്പൊ നീ ഇനി കോളേജിലേക്ക് കയറണല്ലോ, നീ ഡിസൈഡ് ചെയ്തോ ഏതാ എടുക്കുന്നേന്ന് എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛൻ, ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല, ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, സ്റ്റിൽ പ്രേയിങ് എന്ന് ഞാൻ ഇത്രയും വാക്ക് പറഞ്ഞ് നിർത്തിയപ്പോ അച്ഛൻ എന്നെ ഒരു പ്രാവശ്യം കൂടെ എന്നെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ മിനിസ്ട്രിയും കൂടെ ചെയ്യുന്നുണ്ട്, ഉടുപ്പി മണിപ്പാലില് അച്ഛൻ അവിടെ ഒരു മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. അപ്പൊ ഹീസ് ഓൾസോ എ പാസ്റ്റർ ഓൾസോ. സോ എന്നെ ഇങ്ങനെ ഒറ്റ ഒരു നോട്ടം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ജെമി വൈ നോട്ട് അപ്ലൈ ഇൻ KMC, നീ നിനക്ക് കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിനക്ക് അപ്ലൈ ചെയ്തുകൂടെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് സ്തംഭിച്ചു പോയി. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ കോളേജിന്റെ, ഞാൻ അപ്പൊ ദൈവത്തോട് പറഞ്ഞെല്ലാം മറന്നു, കോളേജിന്റെ എനിക്ക് പറയണമെന്നൊക്കെ ഞാൻ മറന്നുപോയി. അപ്പൊ അച്ഛൻ എന്നോട് ഇത് പറഞ്ഞു. ഞാനപ്പോ അച്ഛനോട് ഞാൻ നോക്കട്ടെ അച്ഛ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഓൾറെഡി മെയ് ആയി, അതുകൊണ്ട് നീ ഇനി വെച്ച് താമസിപ്പിക്കണ്ട, അഡ്മിഷൻസ് പെട്ടെന്ന് ക്ലോസ് ആവും എന്ന് പറഞ്ഞു ഒരു വാക്കും എന്നോട് പറഞ്ഞു. ഞാൻ അത് കേട്ടു. ഞാൻ അതുപോലെ എന്റെ ചെവി കൂടെ കേട്ടു, മറ്റേ ചെവി കൂടെ വിട്ടു. അപ്പോഴും ഞാൻ അറിയുന്നില്ല, ദൈവാത്മാവ് എന്നെ ഇതിൽ കൂടെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഹിന്ദി ദൈവാത്മാവ് തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ അതിനെ ആത്മാവിൽ തിരിച്ചറിയുന്നില്ലായിരുന്നു. അങ്ങനെ പക്ഷെ ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയും, ഒരു പ്രാവശ്യം കൊണ്ട് അത് നിർത്തിയില്ല. ദൈവാത്മാവിനും മനസ്സിലായി എനിക്കത് പിടികിട്ടുന്നില്ല എന്ന്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു 4-5 ദിവസത്തേക്കാണ് നാട്ടിലേക്ക് കടന്നു വന്നത്. ആ 3 ദിവസവും അച്ഛൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ആ 3 ദിവസവും എന്നെ എപ്പോഴൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ടോ, കാണാൻ ഒരു ചാൻസും കാണത്തില്ല, പക്ഷെ എപ്പോഴൊക്കെ എന്നെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ അച്ഛൻ എന്നോട് പറയും, ഈ കോളേജിൽ നീ അപ്ലൈ ചെയ്തോ, ഈ കോളേജിൽ നീ അപ്ലൈ ചെയ്യ, ലെറ്റ് സീ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ, നമുക്ക് നോക്കാം എന്നാ സംഭവിക്കുന്നതെന്ന്. അപ്പൊ ഇത് എന്നോട് പറയുമ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ആവുന്നത്. ഞാൻ വീട്ടിൽ വന്നിരുന്നപ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ അന്ന് ഇറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എനിക്കൊരു കോളേജിന്റെ ഒരു ഹിന്റ് തരാവോ നീ എന്നോട് ചോദിച്ചു, അതിന്റെ ഹിന്റാണ് നിന്റെ മുന്നിൽ വെളിപ്പെടുത്തി തന്നത്. സ്റ്റെപ്പ് എടുത്തു വെക്കാൻ എന്നോട് ദൈവാത്മാവ് അന്ന്
എന്റെ വീട്ടിലിരുന്നുകൊണ്ട് ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ ഞാൻ എന്നിട്ട് കുവൈറ്റിലേക്ക് കടന്നു വന്നു. കുവൈറ്റിലേക്ക് ഞാൻ കടന്നു വന്നിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ബോർഡ് എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. മെയില് ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഈ KMC ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാന് എന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് അഡ്മിഷന് വേണ്ടിയുള്ള ഫോർമാലിറ്റി ഞാൻ അങ്ങ് കൊടുത്തു. അഡ്മിഷന് വേണ്ടി ഞാൻ ഫോർമാലിറ്റി കൊടുത്തപ്പോൾ ഏകദേശം ഉച്ച സമയമായി. ഏകദേശം ഒരു ഉച്ച സമയത്തോടെയാണ് ഞാൻ ഈ ഫോർമാലിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്തത്. ഒരു 12:30 1 മണി കുവൈറ്റ് ടൈം ആ ടൈമായി. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നും എനിക്കതൊരു അത്ഭുതമാണ്. കാരണം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ കോളേജ് എന്താണെന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തപ്പി ഇരുന്നപ്പോൾ പെട്ടെന്ന് എന്നെ മുന്നിൽ വന്ന ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ ആണ്. അഡ്മിഷൻ ക്ലോസ് ആയെന്ന് പറഞ്ഞ് ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ എന്റെ മുന്നിൽ കൂടെ പതിഞ്ഞു വന്നു. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ ദൈവം എന്റെ അഡ്മിഷൻ അഡ്മിറ്റഡ് ആയോ, കേറിയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്റെ ഉള്ളിലെ ദൈവാത്മാവ് എനിക്കൊരു ഉറപ്പ് തന്നു, നിന്റെ അഡ്മിഷൻ കേറിയിട്ടുണ്ട്, ബട്ട് ദ അഡ്മിഷൻ ഇസ് ക്ലോസ്ഡ്. അപ്പോഴാണ് ദൈവമക്കളെ, ഞാൻ ഒരു പ്രാവശ്യം എവിടെ ഒരു വചനം ശുശ്രൂഷിച്ചപ്പോൾ ഈ ഒരു അനുഭവം എന്നെ മുന്നിൽ വന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ദൈവാത്മാവിന്റെ മുൻനിർണയം നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമ്മൾ ലേറ്റ് ആണെന്ന് നമ്മൾ ചിന്തിച്ചാലും തക്ക സമയത്ത് നമ്മളെ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ എല്ലാരും സ്തുതിക്കുന്നത്. അന്ന് ആ കറക്റ്റ് ടൈമിന് എന്നെ അഡ്മിഷനിലേക്ക് കയറ്റുകയും അഡ്മിഷൻ ക്ലോസ് ആയി. അത് കഴിഞ്ഞിട്ട് ആ അഡ്മിഷൻ ഓപ്പൺ ആയത് ഞാൻ ഇവിടെ വന്നേ പിന്നെ സ്പോട്ട് അഡ്മിഷനിലാണ് പിന്നെ അത് ഓപ്പൺ ആയത്. അതുവരെ പിന്നെ ആരെയും അവർ കയറ്റിയിട്ടില്ലായിരുന്നു. എന്റെ ഒരു ആഗ്രഹവും കൂടിയായിരുന്നു. കാരണം എനിക്കറിയാം അവസാന നിമിഷമേ ദൈവാത്മാവ് ഇത് വെളിപ്പെടുത്തി തരത്തുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് എൻട്രൻസ് പഠിക്കാൻ ടൈം ഇല്ല, എനിക്ക് എൻട്രൻസ് ഇല്ലാതെ എന്നെ ഡയറക്റ്റ് എന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് 10ഉം 12ഉം മാത്രമേ ഉള്ളൂ, ആ റിസൾട്ട് വെച്ച് എന്നെ ഒന്ന് കയറ്റാവോ? എനിക്ക് എൻട്രൻസ് ഇല്ലാതെ, എനിക്ക് എൻട്രൻസിന് പഠിക്കാൻ മടിയും കൂടെ ആയിരുന്നു. അപ്പൊ സമയമില്ലാത്തത് കൊണ്ട് അപ്പൊ എൻട്രൻസിന് ഞാൻ ഇല്ലാതെ എന്നെ കയറ്റണം എന്ന് ഞാൻ ദൈവാത്മാവിനോട് പറഞ്ഞു. എന്ന് എന്റെ ആഗ്രഹം ഞാൻ ദൈവത്തോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കോളേജിൽ നിന്ന് എനിക്കൊരു റിസൾട്ട്, ഒരു മെയില് വന്നു. ഞാൻ ഈ കോളേജിലേക്ക് എനിക്ക് അഡ്മിഷൻ അക്സെപ്റ്റ് ആയി. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അക്സെപ്റ്റ് ആയി. ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോഴ്സാണ് ഇനി തീരുമാനിക്കേണ്ടത്. അത് വിത്തിൻ 1 മന്തിനുള്ളിൽ തീരുമാനിച്ചിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ അവരെന്നോട് പറഞ്ഞു, നീ പറയുന്ന ഏത് കോഴ്സും ഞങ്ങൾ നിനക്ക് ഏത് ക്യാമ്പസിലെ, കാരണം ഇവിടെ മാംഗ്ലൂരിലും മണിപ്പാലിലും ഒരേ ക്യാമ്പസ് ഉണ്ട്, അപ്പം നീ പറയുന്ന ഏത് കോഴ്സ് ആണെങ്കിലും ഞങ്ങൾ നിനക്ക് തരാം എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കപ്പോ അറിയത്തില്ല ഏത് കോഴ്സ് എടുക്കണം. ഞാൻ അപ്പൊ പറഞ്ഞു, ദൈവമേ, ഞാൻ എല്ലാരോടും പറഞ്ഞത് ഫിസിയോതെറാപ്പിയാ, ഞാൻ ഫിസിയോതെറാപ്പി എടുത്തിട്ട് പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ദൈവാത്മം മന്ത്രിക്കാൻ തുടങ്ങി. നീ ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മാത്രം ഒരു തീരുമാനം എടുത്താൽ മതി, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട എന്നോട് ദൈവാത്മം ആഹ്വാനം തന്നു. അങ്ങനെ അതിനു മുൻപ് ഇതിനു വേണ്ടി അങ്ങനെ ഇരുന്നപ്പോ ഞാൻ മമ്മിയോടും പറഞ്ഞു, പപ്പയോടും പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് ഉപവസിച്ചിട്ട് ഒരു തീരുമാനം എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. മമ്മിയും പപ്പയും ദൈവകൃപയാൽ അവർ നല്ല സപ്പോർട്ടീവായിട്ട് പേരൻസ് ആയതുകൊണ്ട് അവര് പറഞ്ഞു, നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നീ ദൈവഹിതത്തിന് വേണ്ടി, ദൈവാത്മാവ് നിന്നോട് എന്ത് പറയുന്നു, ഞങ്ങളുടെ ഇഷ്ടമല്ല, നിന്റെ ജീവിതത്തിൽ ദൈവ ഇഷ്ടം മാത്രം വെളിപ്പെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്ന് മാത്രം എന്റെ അമ്മയും അപ്പനും എന്നോട് പറഞ്ഞു. അപ്പോ അങ്ങനെ ഇരുന്നപ്പോ ഒരു 3 ദിവസം, ഒരു വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എനിക്ക് കോഴ്സിന്റെ പേര് കൊടുക്കണം. അപ്പം ഈ അച്ഛൻ, അതായത് PhD ചെയ്യുന്ന അച്ഛൻ എനിക്ക് പറഞ്ഞു, ഞാൻ നിനക്ക് കോഴ്സിന്റെ ലിസ്റ്റ് അയച്ചു തരാം, നീ ലിസ്റ്റ് നോക്കിയിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് നീ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആ കോഴ്സിന്റെ ലിസ്റ്റ് കണ്ടപ്പോ എല്ലാം അലൈഡ് ഹെൽത്ത് ആണ്, ഫുൾ തെറപ്പി കോഴ്സസ് ആണ്, ഫിസിയോതെറപ്പി, സ്പേസ് തെറപ്പി, റെസ്പിറേറ്ററി, അങ്ങനെ പല കോഴ്സ് കണ്ടപ്പോൾ പ്രാർത്ഥിക്കാതെയാണ് ഞാൻ ആ ലിസ്റ്റ് നോക്കിയത്. നോക്കിയപ്പോൾ എനിക്ക് എല്ലാ കോഴ്സിനും പഠിഞ്ഞു ഭയങ്കര കൺഫ്യൂസ്ഡ് ആവാൻ തുടങ്ങി. കൺഫ്യൂഷൻ ഒരിക്കലും ദൈവാത്മാവ് വരുന്നതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത് അതുപോലെ അടച്ചു വെച്ചിട്ട് ഞാൻ ദൈവസനിലേക്ക് മാറിയിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഉപവസിച്ച് ദൈവസനിൽ 3 ദിവസം ഞാൻ കണ്ടിന്യൂസ് ഉപവസിക്കാൻ തുടങ്ങി. ഇതിന്റെ മധ്യത്തിൽ ഒരു ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി ഞാൻ ഏത് കോഴ്സ് എടുക്കണം, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്,
എന്നുള്ളത്. അപ്പം ഈ കർണാടക സ്റ്റേറ്റിനോട് എനിക്ക് വരാൻ താല്പര്യം, ബാംഗ്ലൂറോ കർണാടക സ്റ്റേറ്റോ ഒന്നും എനിക്ക് അങ്ങനെ താല്പര്യമില്ലാത്ത സ്റ്റേറ്റുകളായിരുന്നു എനിക്ക് ചെല്ലാൻ വേണ്ടി. പക്ഷെ ദൈവാത്മാവ് എന്നെ വിടുന്നത് ആ സ്ഥലത്തിലേക്കായതുകൊണ്ട് ഞാൻ ആ ദൈവശബ്ദം എന്റെ ഇഷ്ടം നോക്കാതെ ഞാൻ ഈ കർണാടക സ്റ്റേറ്റിലേക്ക് കടന്നു വന്നതാണ്, ഈ മംഗലാപുരത്തിന്റെ ദേശത്ത്. അങ്ങനെ ഞാൻ ഉപവസിച്ച് 3 ദിവസം ഉപവസിച്ചിട്ട് സാറ്റർഡേ ഞാന് ലൈക്ക് ദൈവഹിതമായപ്പോൾ സാറ്റർഡേ ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞാൻ കൊടുത്ത ആ ലിസ്റ്റ് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നോക്കിയതും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നോക്കിയതും അതിന് ഭയങ്കര വ്യത്യാസം ഞാൻ കാണാൻ തുടങ്ങി. ഞാൻ ഒരു പേപ്പറും ഒരു പെന്നും എന്റെ ബൈബിളും കൈ വെച്ചിട്ട് ഞാൻ ആ ലിസ്റ്റ് എന്നെ മുന്നിട്ടിട്ട് ഞാൻ കണ്ണു അടച്ച് ഒരു 5 കോഴ്സ് ഞാൻ ഇങ്ങനെ എഴുതി കൊണ്ടുവന്നിട്ട് ആ ഫസ്റ്റ് ഓപ്ഷന്റെ അടുത്ത് ബാച്ചിലേഴ്സ് ഓഫ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി ആൻഡ് ഓഡിയോളജിയും ഏറ്റവും അവസാനം കിടന്നതായിരുന്നു ഫിസിയോതെറാപ്പി. അതിന്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ കോഴ്സ് ഞാൻ എഴുതി വെച്ച് KMC മാംഗ്ലൂർ എന്ന് പറഞ്ഞ ക്യാമ്പസും ഞാൻ കൊടുത്ത് ഞാൻ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കായിരിക്കും ഞാൻ എന്റെ പേരൻസിനോട് ഞാൻ ഈ പറഞ്ഞെന്ന്. ഞാൻ പേരൻസിനോട് ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ദൈവാത്മാവ് എനിക്ക് കോഴ്സ് ഉൾപ്പെടുത്തിയ കാര്യമൊന്നും ഞാൻ ദൈവഹിതപ്രകാരം എടുത്ത കോഴ്സിനെ കുറിച്ച് എന്റെ പേരൻസിനോട് ഞാൻ പറഞ്ഞില്ല. പ്യുവർ ആയിട്ട് ദൈവവും ഞാനും മാത്രമായിട്ടുള്ള ഡീലിംഗ്, ഒരു മനുഷ്യന്റെ കൈ അതിനകത്ത് എത്താതെ ഞാനും ദൈവമായിട്ടുള്ള പ്യുവർ ഇതില് ഡീലിംഗിൽ മാത്രം ഞാൻ ആ കോഴ്സ് സബ്മിറ്റ് ചെയ്തു. മമ്മിയോട് ഞാൻ പറഞ്ഞില്ല, പപ്പയോടും ഞാൻ പറഞ്ഞില്ല, ആരോടും ഞാൻ പറഞ്ഞില്ല ഞാൻ എടുത്ത കോഴ്സ്. അപ്പൊ മമ്മി എന്നോട് ചോദിച്ചു നീ കൊടുത്തോ, സബ്മിറ്റ് ചെയ്തോ എന്ന് ചോദിച്ചപ്പോ ഞാൻ സബ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ മമ്മി എന്നോട് കോഴ്സ് ചോദിച്ചില്ല. മമ്മി പറഞ്ഞു നീ എന്നോട് കോഴ്സ് പറയത്തില്ല എന്ന് എനിക്കറിയാം, എനിവേസ് വരട്ടെ, അപ്പം വരട്ടെ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത്ഭുതം എന്ന് പറയാലോ, ഈ കോഴ്സിന് ബാച്ചിലേഴ്സ് ഓഫ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി ആൻഡ് ഓഡിയോളജിക്ക് ദൈവാത്മാവ് എന്നെ കയറ്റുവാൻ എനിക്ക് അഡ്മിഷൻ ഓഫർ ലെറ്റർ എനിക്ക് കിട്ടി. ഞാൻ ഈ കോഴ്സിന് കയറുമ്പോൾ ഞാൻ സത്യം പറയാലോ, എനിക്ക് എന്തിനാ ഞാൻ ഈ കോഴ്സിന് കയറുന്നതിനോ എന്താണ് ഇതിൽ കൂടെയുള്ള ദൈവിക പദ്ധതിന്നോ ഒന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എനിക്ക് കോഴ്സ് എന്താണെന്ന് പോലും അറിയത്തില്ല. ഫിസിയോതെറാപ്പി പിന്നെ എനിക്കറിയായിരുന്നു, പക്ഷെ ഈ കോഴ്സ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ കണ്ണു അടച്ച് ദൈവാത്മാവ് പറഞ്ഞു ഞാൻ എടുത്തു. മുന്നിൽ ചെങ്കടലാണെങ്കിലും എനിക്കൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ ഇത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരത്തേക്ക് ഞാൻ എടുത്ത് മുന്നേറുവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഫോർമാലിറ്റികളെല്ലാം ഏറ്റവും സ്മൂത്ത് ആയിട്ട് എനിക്ക് കോളേജിൽ നിന്ന് അഡ്മിഷന്റെ ഓഫർ ലെറ്റർ വന്നപ്പോഴാണ് പേരൻസ് അറിഞ്ഞത് ഞാൻ ഈ കോഴ്സായി എടുത്തേന്നുള്ളത്. അന്നാണ് എല്ലാരും അറിഞ്ഞത് ഞാൻ ഈ കോഴ്സാ എടുത്തേന്നുള്ളത്. അങ്ങനെ ദൈവഹിതമായപ്പോൾ ഞാന് ഈ മംഗലാപുരത്തേക്ക് വരുവാൻ ഉള്ള കാര്യങ്ങളെ ക്രമീകരിക്കാൻ തുടങ്ങി. അപ്പൊ എന്നോട് ദൈവാത്മാവ് ഒരു കാര്യം പറഞ്ഞു, നിന്റെ ശുശ്രൂഷയുടെ ഒരു തലത്തിലേക്കാണ് ഞാൻ നിന്നെ കയറ്റിവിടാൻ പോകുന്നത്. അതായത് നിനക്ക് പഠനം മാത്രമല്ല മംഗലാപുരത്ത്, ശുശ്രൂഷയും കൂടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നിന്റെ പഠനം ഈ ഒരു ഭാഗത്തും പിന്നെ നിന്റെ ശുശ്രൂഷ താഴോട്ടും ശുശ്രൂഷ മേളോട്ടും പഠനം താഴോട്ടും ആകരുത്. രണ്ടിനെയും ഒരേ സൈഡിൽ കൂടെ തന്നെ നീ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ കടന്നുപോയി മംഗലാപുരത്തിന്റെ ദേശത്ത്. ഞാൻ ഏറ്റവും വലിയ ആഗ്രഹിച്ചാണ് എനിക്ക് മംഗലാപുരത്ത്, സത്യം പറയാലോ ദൈവമക്കളെ, എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടണമെന്നോ അല്ലെങ്കിൽ എനിക്ക് നല്ല കൂട്ടുകാരെ കിട്ടണമെന്നോ ഒന്നും അല്ലായിരുന്നു ഞാൻ സത്യമായിട്ടും പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിച്ച ഒറ്റ കാര്യം, എനിക്ക് നല്ലൊരു ദൈവസഭ എനിക്ക് തരണം. എനിക്ക് ദൈവം ശുശ്രൂഷ ഈ ദേശത്ത് ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്നിൽ കൂടെ ചിലതിനെ നേടാൻ, തീയിൽ നിന്ന് ചിലതിനെ വലിച്ചെടുക്കാൻ വേണ്ടി എന്നിൽ അഭിഷേകത്തിന്റെ തൈലം ദൈവം വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ദൈവസഭ, അതിന് പ്രകാരമായിട്ടൊരു ദൈവസഭയെ എനിക്ക് ദൈവം ദാനമായി തരണം. ഐ ഡോണ്ട് കെയർ എനിക്ക് നല്ല ഫ്രണ്ട്സ് ആണോ, എനിക്ക് നല്ല ഇതാണോ എന്നൊന്നുമല്ല. എനിക്ക് ഒരു നല്ല ദൈവസഭ, എനിക്ക് ദൈവത്തോട് അടുക്കാൻ വേണ്ടിയുള്ള ഒരു ദൈവസഭ എനിക്ക് വേണം. എന്റെ അഭിഷേകത്തെ എനിക്ക് മുൻപോട്ട് കൊണ്ടുവരാൻ, എനിക്ക് മുൻപോട്ട് നീങ്ങാൻ എന്നെ താങ്ങായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൈവസഭയായിരിക്കണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ദൈവ സത്യം പറയാലോ എല്ലാം, അതായത് ഞാൻ ചോദിച്ചേലും നിലച്ചേലും അത്യന്തപരമായിട്ട് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭ IPC ഷാലോം മംഗലാപുരം എനിക്ക് തന്നു. അവിടെ ദൈവ കൃപയാല് ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും അങ്ങനെ പല കാര്യങ്ങളിലും ദൈവാത്മാവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവാത്മാവ് എന്നോട് ഈ ആലോചന പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ദേശത്ത് വന്നപ്പോൾ എന്നെ കേൾക്കുന്ന യൗവനക്കാരുണ്ടെങ്കിൽ കോളേജ്
കോളേജിൽ പഠിച്ച യൗവനക്കാരുണ്ടെങ്കിൽ മനസ്സിലാകും. ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ 6 മാസം ഒരു ചോരത്തിൽപ്പായിരിക്കും. നമുക്ക് എല്ലാം ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണം, എല്ലാം ഒന്ന് പോയി കണ്ടുപിടിക്കണം എന്നുള്ളത്. എപ്പോഴും ഞാൻ മംഗലാപുരത്ത് വന്നിട്ട് 6 മാസം എന്റെ കൂടെ റൂംമേറ്റ് ഉണ്ടായിരുന്നു. 6 മാസം ഞാൻ റൂംമേറ്റിന്റെ കൂടെയായിരുന്നു. അപ്പം ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നുകൊണ്ട് എനിക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറുമായിട്ട് ചൂടായിട്ടുള്ള അന്തരീക്ഷം കൊണ്ട് എനിക്ക് കഴിയുന്നില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ചൂടായിരുന്നു. അപ്പൊ നോൺ എ സി ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഭയങ്കര ചൂടും അതിന്റെ കൂടെ എനിക്ക് ഫ്രണ്ട്ഷിപ്സിനെ കിട്ടി. ദൈവകൃപയാൽ നല്ല ഫ്രണ്ട്ഷിപ്സിനെ ആയിരുന്നു ദൈവം എനിക്ക് തന്നത്. ഞാൻ ചോദിച്ചേ ഇല്ലായിരുന്നു, പക്ഷെ എനിക്ക് ദൈവം ഏറ്റവും അനുഗ്രഹപ്പെട്ട ഫ്രണ്ട്ഷിപ്പിനെ ദൈവം എനിക്ക് തന്നു. പക്ഷേ പ്രശ്നം എന്താ പറ്റിപ്പോയെന്ന് പറഞ്ഞാല് ഞാൻ അവരുമായിട്ട് ഭയങ്കരമായിട്ട് അടുത്തു, ദൈവമായിട്ട് ഞാൻ ബന്ധത്തിൽ നിന്ന് അങ്ങ് അകന്നുപോയി. ഞാൻ 6 മാസം ഇവിടെ വന്നിട്ട് ഞാൻ ഉള്ളതുപോലെ പറയുവാണ്. കാരണം 6 മാസം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ദൈവമായിട്ട് ഒരു ബന്ധവും. അപ്പൊ എനിക്ക് ശുശ്രൂഷ ചെറുതായിട്ട് വചന ശുശ്രൂഷയിൽ പയ്യെ ഞാൻ കേറാൻ തുടങ്ങി. പക്ഷെ ഒരു സമയത്ത് അതെനിക്കൊരു ബ്രേക്ക് തന്നിട്ട് സമ്പൂർണ്ണമായിട്ട് ഞാൻ അതിൽ നിന്ന് ഡിറ്റാച്ച് ആയിപ്പോയി. ഞാൻ ചർച്ചിൽ പോയിരുന്നാലും ഞാൻ ഒരുമാതിരി ചത്ത അവസ്ഥ, ഒരു മരിച്ചൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ഒന്നും അങ്ങോട്ട് സെൻസ് ചെയ്യുന്നില്ല. ദൈവസാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യും. ദൈവമായിട്ട് ഒരു ബന്ധവും എനിക്ക് ഫീൽ ചെയ്യാവുന്നില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ 6 മാസം ഞാന് ഇവിടെ പയ്യെ ICPF-നും അങ്ങനെ പല കുഞ്ഞു കുഞ്ഞു കൂട്ടങ്ങളില് ഞാൻ വചനത്തിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ദൂതായിട്ട് അറിയിച്ചില്ലെങ്കിലും എന്നോട് ദൈവാത്മാവ് പറയുന്ന ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ എന്നോട് ദൈവം സംസാരിക്കുന്നത് മാത്രം ഞാൻ ആ ടൈമിൽ പോയി പറയുമായിരുന്നു. പക്ഷെ കറക്റ്റ് 6 മാസം ആയപ്പോൾ മമ്മി ഞാൻ എന്തോ ചർച്ചിലല്ല, കോളേജിന്റെ എന്തോ ഇച്ചിരി പരിപാടിക്ക് വേണ്ടി ഞാൻ ഹോസ്റ്റലിൽ കയറുന്നത് 8:30 കർഫ്യൂ. ഞാൻ രാവിലെ 9 മണിക്ക് ഇറങ്ങി 8:30 ആകുമ്പോൾ കർഫ്യൂ ടൈമിലെ ഞാൻ കയറത്തുള്ളായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകൂല, ഞാന് പ്രാർത്ഥിക്കാൻ ഒന്നും ടൈം എടുക്കത്തില്ലായിരുന്നു. വചനം ധ്യാനിക്കും. രാവിലെ കോളേജിൽ പോകുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് അങ്ങ് ഇറങ്ങും. അതും ഒരു ജൽപ്പന പ്രാർത്ഥന പോലെ, ഒരു കടമ പ്രാർത്ഥന പോലെയായിരുന്നു അതെനിക്ക്. അങ്ങനെ ഒരു ദിവസം 6 മാസം എന്റെ അമ്മയ്ക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. അവളെ ആ റൂമിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യണം, അവളെ തന്നെ ഒരു റൂമിലേക്ക് ആക്കണമെന്ന് ദൈവാത്മാവ് മമ്മിയോട് ശക്തമായിട്ട് എന്നോടുള്ള ബന്ധത്തിൽ മമ്മിയോട് ദൂത് അറിയിച്ചു. അങ്ങനെ ഞാൻ ഏതോ ഒരു കോളേജിന്റെ ഇവന്റിന്റെ പരിപാടിയിൽ നിന്നപ്പോൾ മമ്മി പല പ്രാവശ്യം എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഞാൻ ഹോസ്റ്റലിൽ ചെന്നിട്ട് വിളിക്കാം. മമ്മി പറഞ്ഞു, ഇല്ല നീ ഇപ്പൊ തന്നെ എന്റെ ഫോൺ എടുക്കണം, എനിക്ക് നിന്നോട് സംസാരിക്കണം, ദൈവാത്മാവിന് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പേടിച്ചു പോയി. എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ലിറ്ററലി പേടിച്ചു പോയി. കാരണം എനിക്ക് മനസ്സിലായി ഇത് എന്നെ ദൈവം പിടിക്കും, ഞാൻ ഇപ്പോൾ പിടിക്കപ്പെടും എന്ന് എനിക്ക് മനസ്സിലായി. കാരണം 6 മാസം ദൈവമായിട്ട് ഒരു ബന്ധം ഇല്ലാതെ ഇരിക്കുമായിരുന്നു. ദൈവാത്മാവ് മമ്മിയോട് ശക്തമായിട്ടും പറഞ്ഞു, എന്നോട് മമ്മി ദൈവാത്മാവിൽ ദൂത് പറഞ്ഞു, നീ ആ റൂമിൽ നിന്ന് എത്രയും വേഗം നീ ആ റൂമിൽ നിന്ന് മാറണം. കാരണം നിന്റെ കൂട്ടുകെട്ട് നല്ലതായിരിക്കും, അവർ നല്ല പിള്ളേരായിരിക്കും. പക്ഷെ നീ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്നതും നിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നീ അവിടുന്ന് മാറിപ്പോകുന്നതായിട്ട് ദൈവാത്മാവ് മമ്മിനെ കാണിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഞാൻ മമ്മിയോട് പെട്ടെന്ന് മമ്മി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ചൂടാവാൻ തുടങ്ങി. മമ്മി എന്ത് പറയുന്നത്, ഞാൻ എങ്ങനെയാ മാറുന്നേ, എനിക്ക് കിട്ടത്തില്ല, അങ്ങനെ ഇല്ലാന്നൊക്കെ പറയും. മമ്മി പറഞ്ഞു, നീ ചൂടായിട്ട് ഒരു കാര്യമില്ല, ദൈവാത്മാവാ നിന്നോട് പറയുന്നത്, ഞാനല്ല, അതുകൊണ്ട് നീ മാറിയേ പറ്റൂന്ന് എന്നോട് മമ്മി പറഞ്ഞു. അങ്ങനെ ഈ ഹോസ്റ്റലിന്റെ നിയമപ്രകാരം എനിക്ക് ഒരിക്കലും തന്നെ നിൽക്കാൻ കഴിയത്തില്ല. കാരണം എപ്പോഴും ഒരു റൂംമേറ്റ് നമുക്ക് വേണം, ഒരിക്കലും നമ്മളെ നിർത്തത്തില്ല തന്നെ. റൂംമേറ്റിനെ നമ്മുടെ കൂടെ നിർത്തണം. മമ്മി എന്നോട് പറഞ്ഞു, നീ പോയി ഹോസ്റ്റൽ ചീഫ് വാർഡനോട് സംസാരിക്ക്, നമുക്ക് നോക്കാം, ഇത് ദൈവഹിതമാണല്ലോ, ദൈവം അതിന്റെ പേര് പ്രവർത്തിക്കും എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ 100% പ്രാർത്ഥിച്ചിരിക്കുന്നത്, എന്നെ മാറ്റല്ലേ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നുള്ള, എനിക്ക് ഐസൊലേഷനിലേക്ക് പോകണ്ട, എന്നെ മാറ്റണ്ടെന്നുള്ള ഒരു ഇതിൽ കൂടെ പോയി. പക്ഷെ അത്ഭുതം എന്ന് പറയാലോ, കഠിനമായി കിടക്കുന്ന ഒരു അതോറിറ്റീസിന് മൊത്തം ഇവിടെ. പക്ഷെ ഞാൻ പോയി ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്റെ പേരൻസിനെ എന്നെ സെപ്പറേറ്റ് ആക്കി വേറെ റൂമിലേക്ക് ആക്കാനാണ്, സോ അതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് റൂം വേണമെന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം എന്ന് പറയാലോ, സത്യം പറഞ്ഞാൽ അവര് എന്നോട് ഒരു വാക്ക് പറഞ്ഞു, അതിനെന്താ നീ മാറിക്കോ, ഒരു കുഴപ്പമില്ല. ആ സമയത്തിന് അപ്പോൾ തന്നെ എനിക്കൊരു പിങ്ക് പേപ്പർ എടുത്തു തന്നിട്ട് ഏത് റൂമിലേക്കാ മാറുന്നത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു ഫോർമാലിറ്റി ആ കറക്റ്റ് ടൈം, ഞാൻ അങ്ങോട്ട് ചെല്ലേണ്ടത് ആവശ്യമുള്ളായിരുന്നു, എഴുതിപ്പിച്ച് ഒപ്പിട്ട് എന്നെ അവര് സൈൻ എടുപ്പിക്കാൻ പറ്റില്ല. യൂഷ്വലി സ്റ്റുഡൻസ് ആണ് ചീഫ് വാർഡന്റെ അടുത്ത് പോയി സൈൻ എടുക്കേണ്ടത്. അവരുടെ ഇതില് പോയി സൈൻ എടുപ്പിച്ചിട്ട് എന്നെ കൊണ്ട് റൂം വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ ഞാൻ പെട്ടത് വേറൊരു റൂമിലേക്ക് ഞാൻ ഷിഫ്റ്റ് ആയി. അപ്പോ ഞാൻ ദിവസനില് അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് 6 മാസവും ഞാൻ
ദൈവത്തോട് മാറി നിന്നതിന്റെയാണ് ഞാൻ ഈ അനുഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ദിവസം നിലപാട് വീഴാൻ തുടങ്ങി. കാരണം എന്റെ അക്കാഡമിക്സിൽ ഞാൻ ചില എക്സാംസിന്, ഇന്റേണൽ എക്സാംസിന്, യൂണിവേഴ്സിറ്റി അല്ല ഇന്റേണൽ എക്സാംസിന് ഞാൻ തോക്കാൻ തുടങ്ങി. അപ്പോ തോക്കാൻ തുടങ്ങിയപ്പോ എന്റെ അക്കാഡമിക്സിൽ ഞാൻ തോൽവി കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ ദൈവസനില് ഞാൻ ദൈവം ഇല്ലാത്തൊരു ജീവം, ഞാൻ സത്യം പറയാലോ, ദൈവം ഇല്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതവും നമ്മുടെ ഭൗതിക ജീവിതവും എല്ലാം ഒരു ഫെയിലിയർ ആക്കി തീർക്കും. ഒരു ഫെയിലിയർ ആയി തീരും ദൈവം ഇല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഞാന് ദൈവസ്ഥാനില് ഞാൻ നിലപാട് വീണു. ദൈവസ്ഥാനിൽ ഞാൻ എന്നെ കൊടുത്തു. ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് എന്നോട് ദൈവാത്മാവ് ശക്തമായിട്ട് മാസങ്ങൾക്ക് ശേഷം ഞാൻ ദൈവശബ്ദം കേട്ടപ്പോ എന്നോട് ദൈവം പറഞ്ഞു, നിന്നോട് ഞാൻ എന്ത് പറഞ്ഞേച്ചാ കുവൈറ്റിന്റെ ദേശത്ത് നിന്ന് ഞാൻ മംഗലാപുരത്തിന്റെ ദേശത്തേക്ക് നിന്നെ കൊണ്ടുവന്നേന്ന് നീ മറന്നുപോയോ കുഞ്ഞേന്ന് എന്നോട് ഒരു വാർണിംഗ് മെസ്സേജ്. അതൊരു അസാധാരണ ഒരു ശബ്ദമായിരുന്നു. പക്ഷെ അങ്ങനെ എന്നോട് ദൈവം സംസാരിച്ചെന്ന് പറഞ്ഞാലും ഒരു ഗുഡ്നെസ്, ഒരു നമുക്ക് തോന്നും അത് ആങ്കറിൽ സംസാരിച്ചാണ്. പക്ഷെ ദൈവത്തിന്റെ ഒരു ബലബദ്ധം, അതിനകത്ത് ഒരു ശാന്തമായ ഒരു ശബ്ദം എന്നോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് എന്റെ മേലുള്ള വിളി എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഒന്നും കൂടെ ഒരു റീസബ്മിഷനിലേക്ക്, ഒരു റീഡെഡിക്കേഷനിലേക്ക് എന്റെ ആത്മീക ജീവിതവും എന്റെ ഭൗതിക ജീവിതവും എല്ലാം ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ ഞാൻ ശുശ്രൂഷയിലേക്കും ആത്മീക ജീവിതത്തിലേക്കും കയറാൻ തുടങ്ങി. അപ്പം ദൈവമക്കളെ, ഞാൻ ദൈവമായിട്ട് അടുക്കാൻ തുടങ്ങിയപ്പോൾ മാനസികമായിട്ടുള്ള ബന്ധത്തിൽ, അതായത് എന്റെ ഫ്രണ്ട്ഷിപ്പുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം എന്നെ അവിടുന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പയ്യെ തുടങ്ങി. അതായത് ഇവൻ എനിക്കൊരു 6 സംഘ ഗ്രൂപ്പാണ്. എന്റെ ഒരു 6 ഫ്രണ്ട്സ് ഉണ്ട്. 6 ഫ്രണ്ട്ഷിപ്പ്, ആ 6 ഫ്രണ്ട്സിന്റെ മധ്യത്തിൽ എന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതിനകത്ത് എന്നെ ദൈവം വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത്. അത് കാണുമ്പോഴേ മനസ്സിലാകും. എനിക്ക് അവരുമായിട്ട് അടുക്കാൻ കഴിയുന്നില്ല, എനിക്ക് അവരുമായിട്ട് പണ്ടത്തെ കൂട്ടുകൂടാൻ കഴിയുന്നില്ല, എനിക്ക് അവർ പറയുന്ന ജോക്കും അവർ പറയുന്ന ഒന്നും എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് കൂടെ നിൽക്കുന്നുകൊണ്ട് ഒരു സെപ്പറേഷൻ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി, ദൈവമേ, am I not capable? ഞാൻ ഇവരുമായിട്ട് കേറി പോകത്തില്ലേ എന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കാനിടയായി. അപ്പൊ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നിന്നെ ഞാനൊരു സെപ്പറേഷൻ കാലഘട്ടത്തിലേക്ക്, ഒരു കെരീത്തിന്റെ തോട്ടിന്റെ അവസ്ഥയിലേക്ക്, ഒരു ഏലിയാവിനെ കൂട്ട് ഒരു സെപ്പറേഷൻ, ഒരു ഐസൊലേഷൻ പീരിയഡിലേക്ക് എനിക്ക് ചിലത് നിന്നെ നിറയ്ക്കണമെങ്കിൽ, ചിലതിനെ നിനക്ക് എടുത്തുകൊണ്ട് എന്റെ അടുത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ചിലതൊക്കെ എന്നിലേക്ക് എനിക്ക് നിറയ്ക്കാനുണ്ടെന്ന് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു. അതുകൊണ്ട് ഈ ഒരു ഐസൊലേഷൻ പീരിയഡില് നിന്റെ തന്നെ അകത്ത് ജീവിതത്തില് നീ ഇത് കടന്നുപോയേ പറ്റൂന്ന് എന്നോട് ദൈവാത്മാവ് പറയാനുണ്ടായി. അപ്പൊ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു അതെന്നെ സമ്മാനിച്ചത്. പക്ഷെ ഞാൻ ആ വേദനയെ കൂടെ ഞാൻ പറഞ്ഞു, ദൈവമേ, നിന്റെ ഹിതം എന്നെ ഒടച്ചു പണിയാനാണെങ്കിൽ എന്നെ ഒടച്ചു പണിഞ്ഞ് നിന്റെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്നെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് എന്നെ തന്നെ ഞാൻ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ പയ്യെ ഞാൻ എന്റെ സെക്കൻഡ് ഇയറിലായപ്പോഴാണ് ഞാൻ ശുശ്രൂഷയിൽ പയ്യെ കയറാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ശുശ്രൂഷയിൽ പയ്യെ കയറാൻ തുടങ്ങിയപ്പോൾ അവിടെ എനിക്ക് പ്രതിസന്ധി നിന്നില്ലായിരുന്നു. ഞാൻ ശുശ്രൂഷയിൽ കയറി തുടങ്ങിയപ്പോൾ ഈ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ശബ്ദമല്ലായിരുന്നു എനിക്ക് വന്ന സമയത്ത്. കാരണം എന്റെ ശബ്ദത്തിൽ ഭയങ്കര ഇടർച്ചയും ഭയങ്കരമായിട്ട് ശബ്ദത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് വോയിസ് ചേഞ്ചസ് തുടങ്ങി. അപ്പം ഞാൻ കടന്നു വരുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് സംസാരിക്കാം, ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എനിക്ക് കാരണം ശുശ്രൂഷയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്, ശുശ്രൂഷയിൽ എനിക്ക് വചനം ശുശ്രൂഷിക്കുമ്പോൾ തൊണ്ട തുറക്കത്തില്ലായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം എനിക്ക് തൊണ്ടയുടെ മേലൊരു സൗഖ്യം എനിക്ക് ദൈവം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോഴായിരുന്നു ഞാൻ ഇത് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയറിൽ വന്ന് കയറിയപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് റാഗിങ്ങിന്റെ ഒരു പീരീഡ് ആയതുകൊണ്ട് എന്നോട് റാഗിങ്ങിന്റെ ഒരു പീരീഡ് ആയതുകൊണ്ട് സീനിയേഴ്സ് വന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു സർ മോക്ക് വൈവയ്ക്ക് വേണ്ടി വിളിക്കുന്നുണ്ട് 9 മണിക്ക് രാവിലെ 9 മണിക്ക് നിങ്ങൾ പഠിച്ചിട്ട് വാ, 9:30 ആകുമ്പോൾ നിങ്ങൾക്ക് മോക്ക് വൈവ. ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഒന്നും അറിയില്ല എന്താ പഠിക്കേണ്ടതെന്ന്. അങ്ങനെ ഒരു മോക്ക് വൈവയ്ക്ക് ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. എനിക്ക് ശബ്ദമില്ല, ഞാൻ ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടു, എനിക്ക് ശബ്ദമില്ല, ഞാൻ എങ്ങനെ ആൻസർ പറയും, ഞാൻ മിക്കവാറും വഴക്ക് കേൾക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പേടിച്ചിട്ട് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഈ ഒരു സാറ് എന്നോട് മോക്ക് വൈവയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ ഉത്തരവൊക്കെ
അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അല്ല, ആ പുള്ളിക്കാരൻ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ എനിക്ക് ശബ്ദമില്ലാന്ന് സാറിന് മനസ്സിലായി. സാറ് പറഞ്ഞു നീ നിർത്തിക്കോ, നീ പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, എന്നോട് അധികം ചോദ്യം ചോദിച്ചില്ല. അപ്പം എന്റെ ശബ്ദമില്ലായ്മ എനിക്ക് ചോദ്യത്തിൽ നിന്ന് എന്നെ എസ്കേപ്പ് ചെയ്തു. പക്ഷെ ഞാൻ എന്റെ റൂംമേറ്റ് കഴിഞ്ഞിട്ടായിരുന്നു എന്റെ റോൾ നമ്പർ. എന്റെ റൂംമേറ്റ് പോയി കഴിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് അവള് പറഞ്ഞു നിന്നെ സാറ് വിളിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നോട് സാറ്, എനിക്കറിയത്തില്ല, ദൈവം എന്നെ കൊണ്ടെത്തിച്ചത് ഒരു വോയിസ് സ്പെഷ്യലിസ്റ്റിന്റെ, അതായത് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള വോയിസ് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തായിരുന്നു എന്നെ കൊണ്ട് ദൈവം ആക്കിയത്. വോയിസ് സ്പെഷ്യലിസ്റ്റ്, വോയിസ് തെറപ്പിസ്റ്റ് എന്നോട് പറഞ്ഞു ജെയ്മി നീ ENT സ്പെഷ്യലിസ്റ്റിന്റെ പോയിട്ട് നിന്റെ ഒരു എൻഡോസ്കോപ്പി തൊണ്ടയ്ക്ക് നീ എടുക്കണം. നീ ഒന്നും കൊണ്ടും ഭാരപ്പെടാൻ, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നീ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാന് എൻഡോസ്കോപ്പിക്ക് ഞാൻ കടന്നുപോയി. എൻഡോസ്കോപ്പിക്ക് കടന്നുപോയപ്പോൾ ദൈവകൃപയാല് എൻഡോസ്കോപ്പി അവരെടുത്തപ്പോൾ എന്റെ വോക്കൽ കോഡ്സിന് ഒരു ബിനൈൻ പോലെ, ഒരു ട്യൂമർ പോലെ, ഞാൻ ശുശ്രൂഷയിൽ കയറിയതേ ഉള്ളൂ. അപ്പോൾ എന്റെ വോക്കൽ കോഡ്സിന് ഇവിടെ രണ്ട് സൈഡിലുമായിട്ട്, രണ്ട് വോക്കൽ കോഡ്സിലുമായിട്ട് ഒരു ട്യൂമർ പോലെ, ഒരു ചെറിയ ഗ്രോത്ത് ഒന്നും ഇല്ലാത്തൊരു ട്യൂമർ പോലെ അവിടെ എന്റെ തൊണ്ടയിൽ കാണിച്ചു. അപ്പോൾ ഞാൻ ശരിക്കും ഭാരപ്പെട്ടു. ശുശ്രൂഷയിൽ ഇറങ്ങി എനിക്ക് കിട്ടിയ ഒരു വല്ലാത്തൊരു സമ്മാനമായി പോയല്ലോ എന്ന് ഞാൻ ദൈവത്തോട് ഞാൻ ചോദിക്കാനിടയായി. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, ഞാൻ എല്ലാരും എന്നോട് ചോദിച്ചു, എന്നോട് വോയിസ് തെറപ്പിസ്റ്റ് എന്നോട് ചോദിച്ചു നീ പ്രസംഗിക്കാറുണ്ടോ, നീ പാട്ട് പാടാറുണ്ടോ? അപ്പൊ എനിക്കറിയാം അവർ മിക്കവാറും എന്നോട് പറയും ഇനി നീ പ്രസംഗിക്കണ്ട, ഇനി നീ പാട്ട് പാടണ്ട, ഒന്നും നീ ചെയ്യണ്ട എന്ന് എന്നോട് പറയുമെന്ന് എനിക്ക് തോന്നി. അതുപോലെ അവരെന്നോട് പറഞ്ഞു. അതെന്റെ ജീവിതത്തിൽ ലിറ്ററലി എന്നെ പുറകിലേക്ക് ആക്കും പോലെ ആയിരുന്നു. ഞാൻ എല്ലാവരുടെ മുന്നിൽ ചിരിച്ച മുഖത്തോടെ നിന്നാലും ഞാൻ അന്ന് രാത്രി ദൈവസേനയിൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ എനിക്ക് തന്ന ശുശ്രൂഷ, പക്ഷെ എന്റെ തൊണ്ടയിൽ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി വന്നിരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആരും എന്റെ കൂടെ സഹായത്തിനില്ല, ആരും എന്റെ കൂടെ ഇല്ല. ഞാൻ എന്താ ഇതിന്റെ മധ്യത്തിൽ ചെയ്യണ്ടേ? ഈ ട്രീറ്റ്മെന്റിന് ഞാൻ എന്നാ ചെയ്യുമെന്ന് ഞാൻ ദൈവത്തിന്റെ സന്നിധി ചോദിച്ചപ്പോ ദൈവാത്മാവ് എന്നോട് അന്ന് രാത്രി അത്ഭുതകരമായിട്ട് ഒരു എൻകൗണ്ടർ എന്നുള്ള രീതിയിൽ ദൈവാത്മാവ് എന്റെ മുറിയിൽ ഇറങ്ങി വന്നിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് ഒരു ദൂത് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാണെന്ന് പറഞ്ഞ് ആ ദൂതിനെ ഏൽപ്പിച്ചിട്ട് ദൈവാത്മാവ് പറഞ്ഞു നിന്റെ വോക്കൽ നൊടിയുള്ള, അതിന് പറയുന്നത് വോക്കൽ നൊടിയുള്ളായിരുന്നു, വോക്കൽ നൊടിയുള്ള ഒരിക്കലും അത് പറഞ്ഞ് നിന്റെ ശുശ്രൂഷയിൽ നിന്ന് നീ പിന്മാറി പോകരുത് എന്ന് പറഞ്ഞിട്ട് എന്നെ അതെനിക്ക് വോക്കൽ നൊടിയോട് വന്നു. അടുത്ത ആഴ്ച എനിക്കൊരു ഗ്രൂപ്പിൽ എനിക്ക് വചന ശുശ്രൂഷിക്കാൻ ദൈവം അവസരം തന്നു. അന്ന് ദൈവമക്കളെ ഞാൻ സത്യം പറയല്ലോ, അതിനു മുമ്പ് ശുശ്രൂഷിച്ച പോലെ അല്ല ഞാൻ അത് ശുശ്രൂഷിച്ചത്. ഞാൻ അന്ന് എന്റെ ജീവിതത്തിൽ ഒരു ദൈവിക എൻകൗണ്ടർ, എന്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞപ്പോൾ അന്ന് ആ ദൈവിക എൻകൗണ്ടർ വെളിപ്പെട്ട അതേ ദൈവസാന്നിധ്യം എന്റെ നാവിനെ ദൈവം തൊട്ടു, എന്റെ തൊണ്ടേനെ ദൈവം തൊട്ടിട്ട് അസാധാരണമായ നിലയില് ആ യൗവനക്കാരോട് പരിശുദ്ധം ശക്തമായിട്ടുള്ള നിലയിൽ വെളിപ്പെടുത്താൻ തുടങ്ങി. അന്ന് ഫസ്റ്റ് ഇയറിൽ വെളിപ്പെട്ട വോക്കൽ നൊടിയോടാണ്, ഇപ്പോഴും അതെന്റെ തൊണ്ടയിലുണ്ട്. പക്ഷെ ഇന്ന് വരെ ദൈവം എന്നെ കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അസാധാരണമായ നിലയിൽ തന്നെ, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത നിലകളിൽ കൂടെ ദൈവാത്മാവ് എന്നെ ശുശ്രൂഷയിൽ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ദൈവം എന്തിനാ എന്നെ ഈ കോഴ്സിലേക്ക് കടത്തിവിട്ടെ? എനിക്കിപ്പോഴും എന്റെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ദൈവമക്കളെ ഞാൻ ഒരു കാര്യം മറന്നുപോയി പറയാൻ, അതും കൂടെ പറഞ്ഞ് നിർത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 9 മാസം കഴിഞ്ഞ പറഞ്ഞായിരുന്നു എനിക്ക് ഫിക്സ് വന്നായിരുന്നു. 9 മാസം കഴിഞ്ഞ 6 വയസ്സ് വരെ 7 വയസ്സ് വരെ 6-7 വയസ്സ് വരെ ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. അമ്മ അപ്പ അതുപോലും ഞാൻ പറയത്തില്ലായിരുന്നു. അടഞ്ഞ് എന്റെ നാവ് തുറക്കത്തില്ലായിരുന്നു. കുഞ്ഞിലെ തൊട്ട് എന്റെ നാവിനോടായിരുന്നു എനിക്ക് മിക്കവാറും ഉള്ള ഫൈറ്റിംഗ് മൊത്തവും. അങ്ങനെ എനിക്ക് നാവ് തുറക്കത്തില്ലായിരുന്നു. മമ്മി പീഡിയാട്രീഷ്യന്റെ അടുത്തും എല്ലാവരുടെ അടുത്ത് പോകുമായിരുന്നു, എന്താ സംസാരിക്കാത്തതെന്നൊക്കെ. പക്ഷെ പ്രാർത്ഥനയാൽ എന്റെ നാവിനെ തുറക്കുമായിരുന്നു, പ്രാർത്ഥനയാലായിരുന്നു എന്റെ നാവ് തുറന്നത്. ഇന്ന് ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റില്, ഈ സ്പീച്ച് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ തൊട്ട് ഈ തേർഡ് ഇയർ വരെ ഞാൻ എപ്പോഴൊക്കെ തെറപ്പിക്ക് കയറിയിട്ടുണ്ടോ എനിക്ക് ലാംഗ്വേജ് ഡിലേ ഉള്ള പിള്ളേരെയാ കൂടുതലും കിട്ടുന്നത്. അതായത് 7-ഉം 10-ഉം വയസ്സും ഒക്കെ ആയിട്ടും സംസാരിക്കാത്ത പിള്ളേരെയാണ് മിക്കവാറും എനിക്ക് തെറപ്പിക്ക് കിട്ടുന്നത്. ഞാൻ അപ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ദൈവം എന്തിനായിരിക്കും ഈ പിള്ളേരെ തരുന്നത്? എന്റെ ഫാക്കൽറ്റി പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ജെയ്മി നിനക്ക് വേറെ ഒരു കേസും ഇല്ലല്ലോ, ലാംഗ്വേജ് ഡിലേ ഉള്ളത് മാത്രമേ ഉള്ളൂ നിനക്ക് കേസായിട്ടുള്ളൂ. ഞാനും അപ്പോഴാ
ചിന്തിച്ചാൽ ശരിയാണല്ലോ, എനിക്കും ഇതാണ്. പക്ഷെ ദൈവാത്മാവ് എന്നോട് അപ്പൊ പറഞ്ഞു, നീ ഏത് മേഖലയിലാണോ കുഞ്ഞിനെ അനുഭവിച്ചത് അതേ മേഖലയില് അനേക കുഞ്ഞുങ്ങളെ ഇന്ന് ആ ലാംഗ്വേജിലുള്ള പിള്ളേരെ ദൈവാത്മാവ് എന്നെ ആ പിള്ളേരെ ഹാൻഡിൽ ചെയ്യുവാൻ ആ ദൈവകൃപ എനിക്ക് തരുന്നു. അന്നേരമാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ പോലും അറിയാതെ എന്റെ ഡെസ്റ്റിനേഷനിലേക്ക്, ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കാണ് ദൈവം എന്നെ കൊണ്ടു നിർത്തിയിരിക്കുന്നതെന്നുള്ളത് ദൈവാത്മാവ് എനിക്ക് മനസ്സിലുണ്ടാകുകയും ചെയ്തു. ഇന്ന് ഇവിടെ മംഗലാപുരത്തിന്റെ ദേശത്ത് 3 വർഷം ആയിരിക്കുന്നു. പ്രതിസന്ധികൾ, പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും നിലനിർത്തുന്ന ഒരു അഭിഷേകമുണ്ട്, നിലനിർത്തുന്ന ഒരു അധികാരം ഉണ്ടായിരുന്നു. അതിൽ ഇന്ന് വരെ ദൈവം എന്നെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു അത്ഭുതകരമായ സാക്ഷിയായിട്ട്, ജീവനുള്ള ഒരു സാക്ഷിയായിട്ട്, എന്റെ ദൈവത്തിന് എന്നെ തെരഞ്ഞെടുക്കാനോ എന്നെ മാനിക്കുവാനോ ഒരു യോഗ്യത ഒന്നുപോലും ഇല്ലാത്ത സമയത്ത് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നു. ദൈവം എന്നെ ഇന്നോളം വഴി നടത്തി. ദൈവത്തിന് ഞാൻ സകല മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. എനിക്ക് അവസരം തന്ന പാസ്റ്ററുകളോടും കുടുംബത്തോടും എല്ലാരോടും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസ്ഥലിൽ താന്നിരിക്കും. ദൈവം സഹായിക്കട്ടെ ജെമി. ഇനിയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഇനി ഉപയോഗിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയ പ്രായത്തിൽ സംസാരിക്കുവാൻ 6 വയസ്സോളം ബുദ്ധിമുട്ട്, അതിനുശേഷം പിന്നെയും വോക്കൽ കോഡിനൊക്കെ പ്രശ്നം. എന്നാൽ ഇന്ന് കർത്താവിന് വേണ്ടി സംസാരിക്കുവാൻ കർത്താവ് സഹായിച്ചു. അനേകർക്ക് വേണ്ടി ഈ ശബ്ദത്തെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിണ്ടാൻ പറ്റാത്ത ഒത്തിരി കുഞ്ഞുങ്ങളെ സ്പീച്ച് തെറാപ്പിയിലൂടെയൊക്കെ സംസാരിപ്പിക്കുവാൻ, അത് പ്രത്യേക കൃപയോടുകൂടെ ചെയ്യുവാനൊക്കെ ദൈവം സഹായിക്കും. ഒത്തിരി ബ്ലസ് ചെയ്യട്ടെ. അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷിയാണ് നമ്മൾ കേട്ടത്. നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജിമി തന്നെ ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ പ്രിയപിതാവേ, അപ്പ ഇന്ന് രാത്രി സമയം നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ എല്ലാവരും കടന്നു വരുന്ന കർത്താവേ, വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണെങ്കിലും ദൈവത്തിന്റെ കൃപ ഞങ്ങളെ ഓരോരുത്തരെയും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, കഥാവാദ്യോടന്തം ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവ് ഞങ്ങൾ ഭരിച്ചു നടത്തിയ ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, അപ്പൊ നിന്റെ കരങ്ങളിലേക്ക് ഈ ചാനലിനെയും ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന സകല വ്യൂവേഴ്സിനെയും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവിൽ കേട്ടിരിക്കുന്ന സാക്ഷ്യത്തിൽ കൂടെ അനേകർ വിടുവിക്കപ്പെടുവാൻ, അനേകർ കർത്താവെ ആശ്വസിക്കുവാൻ, അനേകർ കർത്താവെ ക്രിസ്തുവിലേക്ക് അടുക്കുവാൻ, ഈ ദൈവസ്നേഹത്തെ തിരിച്ചറിയുവാൻ ദൈവമേ നീ ഒരുക്കുന്ന മുഖാന്തരങ്ങൾ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, കർത്താവ് ദേവദാസിനെയും കുടുംബത്തെയും ഈ വ്യൂവേഴ്സിനെയും സകലത്തിനെയും ഈ അസാദി ചാനലിനെയും നിന്റെ കരങ്ങളിലേക്ക് ഭാരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവ് ലോകത്തിന്റെ നാനാ വിഭാഗത്തില് കർത്താവ് ദൈവത്തിന്റെ സാക്ഷികളെ കർത്താവിന്റെ കൂടെ ഉയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപാവരങ്ങൾക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവെ, നിന്റെ ശക്തിയുടെ ബലം കർത്താവ് വരും ദിവസങ്ങളില് കർത്താവ് ഈ ചാനൽ കൂടെ വ്യൂവേഴ്സിന് അനേകരെ കർത്താവെ കൊണ്ടുവരുവാനുള്ള ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാല് ദൈവദാസനെയും കുടുംബത്തെയും ഈ വ്യൂവേഴ്സിനെ എല്ലാം കർത്താവെ നീ അനുഗ്രഹിച്ച് മാറാന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധിയിൽ കൂടെ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവങ്ങളോട് ദൈവം സംസാരിച്ച കൃപാവരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, കർത്താവ് ഇന്ന് കർത്താവെ അപ്പ അവരുടെ ജീവിതത്തിന് മേല് ഒരു അനുഗ്രഹത്തിന്റെ ഒരു വിടലിന്റെ ഒരു രാത്രികാലമാക്കി കർത്താവ് നീ തീർത്തിരിക്കുന്ന ദൈവിക കൃപാവരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, കർത്താവ് നിന്റെ കരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. എല്ലാം നമുക്കായി ജീവനെ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസക്കാവൽ നമ്മെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ ജിമിയുടെ മേൽ, തൻ്റെ വിദ്യാഭ്യാസം, തൻ്റെ ശുശ്രൂഷ, തൻ്റെ ഭാവിയുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ഈ വാർഡ് എല്ലാ കൂട്ടുകാരോടും ഒരു പ്രാവശ്യത്തോട് നന്ദി പറയുക, ജിമിയോട് നന്ദി പറയുക. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയത്ത് പിന്നെയും ഒരു സെഷൻ